വീണ്ടും ഈ രാത്രിയുടെ യാമത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ കഴിയാം. ഞങ്ങളുടെ കർത്താവിനെ വാഴ്ത്തി तो इस शाम की आराधना करने के लिए प्रभु ने हमारे जीवन में दिया हुआ और एक मौके के लिए प्रभु का धन्यवाद हम करते हैं। हालेलुया। ദൈവ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ നമുക്ക് കർത്താവ് സഹായിക്കുന്നുണ്ട്. परमेश्वर की उपस्थिति अनुभव करने के लिए निरंतर वो हमें सहायता कर रहा है। ദിവസത്തെ മീറ്റിങ്ങുകളൊക്കെ കർത്താവ് നമ്മെ സഹായിച്ച അവന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് संगतियों में परमेश्वर ने अपनी उपस्थिति से हमें आशीष दिया, उसके लिए प्रभु को धन्यवाद करेंगे। അവനോട് പ്രാർത്ഥിപ്പാൻ നമ്മുടെ ഹൃദയം ദിവസത്തിൽ പകരാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. उससे प्रार्थना करने के लिए और हमारी मन की बातों को उसकी ओर डालने के लिए प्रभु ने हमें सहायता की। അവനിൽ നിന്ന് കേൾക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കും. इतना ही नहीं बल्कि उससे सुनने के लिए भी प्रभु ने हमें सहायता की। സന്നിധി നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് സംസാരിക്കും. जब हमारे एक उपस्थिति में आती है किसी व्यक्ति से हम बात करते हैं तो आपस में आमने सामने से बात होना है, അതൊരു ശരിയായ ഒരു കാര്യമാണ്. नहीं तो एक सही रीति का वार्तालाप नहीं है। ഒരാളെന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ മുഴുവൻ വർത്താനം പറയും, ഞാൻ വർത്താനം പറയാൻ സമ്മതിക്കുകയും ചെയ്തില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ്. एक व्यक्ति अगर मेरे सामने आता है और 1 घंटे भर वो बात करता है या फिर मैं उससे बात करने का मौका ही नहीं देता तो कैसा होगा। ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അന്യോന്യം സംഭാഷണം നടത്തുകയും സംസർഗം ചെയ്യുകയും ചെയ്യുന്നതാണ്. और सही रीति में आपस में हमें बात करना है, एक दूसरे को मौका देना है, तो वो एक वार्तालाप या एक बात होती है। എന്നതുപോലെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ऐसे ही जब प्रभु की उपस्थिति में हम आते हैं നമ്മൾ ദൈവത്തോട് സംസാരിക്കണം, അതാണ് നമ്മുടെ പ്രാർത്ഥന. हम परमेश्वर से बात करना चाहिए, वो हमारा प्रार्थना है। പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കും, लेकिन परमेश्वर हमसे भी बात करना है, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. आपस में दोनों तरफ से होना है। നമ്മള് പുറപ്പാട് 33-ാം അധ്യായം വായിക്കുമ്പോൾ ഞാനത് വായിക്കുന്നില്ല. उसके नाम दिया അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ടെന്റ് ഓഫ് മീറ്റിംഗ്. और वहाँ पे संगति का तंबू ऐसा अंग्रेजी में लिखा है, ടെന്റ് ഓഫ് മീറ്റിംഗ്. संगति का एक तंबू। രണ്ടുപേര് നമ്മൾ കൂട്ടിമുട്ടുന്നതായ സ്ഥലം. दो व्यक्ति जहाँ भेंट करते हैं ऐसा एक जगह, അതാണ് അതിന്റെ അർത്ഥം. ये उसका मतलब है। യഹോവയെ അന്വേഷിക്കുന്നതിനൊക്കെയും ഈ കൂടാരത്തിലേക്ക് വരും. वहाँ लिखा है कि जो भी वो परमेश्वर का खोज करता है वो इस तंबू में आएगा। അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണാൻ നോക്കിയിട്ടുണ്ട്. तो मैं ऐसा उसको फर्ज किया है, എനിക്ക് യഹോവയെ അറിയണമെങ്കിൽ, യഹോവയെ കാണണമെങ്കിൽ, अगर मुझे परमेश्वर को जानना है, परमेश्वर को देखना है, ഞാൻ എന്റെ കൂടാരത്തിൽ നിന്ന് നേരെ എഴുന്നേറ്റ് ഈ സമാഗമന കൂടാരത്തിലേക്ക് നടക്കും. मुझे अपने तंबू में से उठकर इस मेल मिलाप के तंबू में जाना है। അതേസമയം ദൈവം അവന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് നടക്കും. और उसी समय परमेश्वर अपने तंबू से उठकर इस तरफ आएगा। ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടുന്നല്ലോ വെച്ചാൽ, और दोनों जन यहाँ पर इस मेल मिलाप के तंबू में मिलते हैं। അതുകൊണ്ടാണ് അതിന്റെ പേര് ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. इसीलिए उसको मेल मिलाप का तंबू या फिर संगति का तंबू कहते हैं। സമാഗമന കൂടാരം എന്ന് മലയാളത്തിൽ പറയും, അതായത് സമമായിട്ട് ആഗമിച്ച് ഒരുമിച്ച് ചേരുന്ന കൂടാരം. और मलयालम में जो उसका बात है कि मिलकर एक साथ जहाँ आकर भेंट होती है, ऐसा एक जगह। രണ്ടുപേര് രണ്ടിടത്തുനിന്ന് വന്ന് സമാഗമിക്കുന്നതായ കൂടാരം. दो व्यक्ति जो जगह से आकर एक जगह जो आते हैं उसको एक ऐसा एक नाम दिया है ആ तंबू। കൂടാരത്തിൽ മോശ ചെന്ന് ദൈവത്തോട് സംസാരിക്കുന്നത് നമ്മൾ കാണും. और उस तंबू में जाकर मूसा जो बात करता है, परमेश्वर से जो बातचीत करता है, उसको हम അവിടെ देखते हैं। എഴുതിയിരിക്കുന്നത് മോശയോട് ദൈവം ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിച്ചു. वहाँ पे लिखा है मूसा के साथ जैसे एक मित्र से बात करता है वैसा परमेश्वर ने बात किया। അതേ പറഞ്ഞ് നമ്മൾ സ്നേഹിതനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാൾ തന്നെയല്ല സംസാരിക്കും. इसीलिए मैंने कहा जब आप एक मित्र से बात करते हैं तो केवल एक व्यक्ति वहाँ बात नहीं करता। ലെക്ചർ കേൾക്കുകയല്ലേ. वो केवल कोई लेक्चर हम नहीं सुनते। സ്കൂളിലോ കോളേജിലോ ലെക്ചർ കേൾക്കുമ്പോഴത്തേക്ക് ടീച്ചർ സംസാരിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും. स्कूल या कॉलेज में जब अध्यापक या अध्यापिका लेक्चर देते हैं तो बच्चे शांत होते हैं। ചിലപ്പം ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കും, ഭർത്താക്കന്മാർ ഇങ്ങനെ ഊമണ്ടിരിക്കുന്നു. और कुछ घरों में भी हम ये देखते हैं कि वहाँ की पत्नियां निरंतर बातें करते रहती है और पति जो है वो बिल्कुल चुप रहता है। പക്ഷേ സ്നേഹിതന്മാർ സംസാരിക്കുമ്പോൾ അങ്ങനല്ല. लेकिन जब मित्र आपस में बात करते हैं तो ऐसा नहीं होता। ആണോ? ऐसा है, സ്നേഹിതന്മാർ സംസാരിക്കുമ്പോൾ അവർ അന്യോന്യം സംസാരിക്കാം. जब मित्र बात करते हैं तो वो आपस में बातचीत करते हैं। ഇതാണ് സമാഗമന കൂടാരത്തിന്റെ അനുഭവം. और यही मिलाप वाला तंबू में होता है। അതായത് നമ്മൾ കർത്താവിനോട്, കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു സ്റ്റേജ്. हम परमेश्वर के साथ और परमेश्वर हमारे साथ बात करने वाला एक पड़ाव। അങ്ങനെ ഒരു അനുഭവമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അനുഭവം. और ऐसा एक अनुभव होना चाहिए हमारा प्रार्थना का अनुभव। അവിടെ വൺ വേ സ്പീച്ച്. ചിലപ്പോൾ ഫോണിനകത്ത് നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കത്തില്ല, നമ്മൾ വിളിച്ചാൽ ഹലോ ഹലോ അവിടെ നിങ്ങോട്ടൊന്നും കേൾക്കും. हम लोग जो टेलीफोन में जब कभी बात करते तो एक तरफ से कभी सुनाई नहीं देता, क्या उस तरफ से कभी सुनाई नहीं देता, നമ്മൾ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. और हम लोग हेलो हेलो ऐसा कहते हैं। ചിലപ്പോൾ അവിടെ നിങ്ങോട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, तो हो सकता है वहां से इस तरफ भी वो बात करते പക്ഷേ हैं നമ്മൾ കേൾക്കുന്നില്ല. लेकिन हम नहीं सुनते। അത് ഒരു വലിയൊരു പ്രശ്നമാണ്.
और एक बहुत बड़ी समस्या है। നമ്മൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കൂടെ വേണം. परमेश्वर जो हमसे बात करता है हमें वो सुनना भी है। ചിലർ പറയുന്നത് ദൈവം ഇക്കാലത്ത് അങ്ങനൊന്നും സംസാരിക്കത്തില്ലെന്ന്. कुछ लोग कहते हैं कि परमेश्वर इस जमाने में ऐसा बात नहीं അത് करता। ശരിയല്ല. वो सही नहीं है। ദൈവം സംസാരിക്കുന്നുണ്ട്. परमेश्वर बात करता है, നമ്മൾ കേൾക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. हम नहीं सुनते, ये बात है। പിന്നെ നമ്മുടെ പരാതി ദൈവം സംസാരിക്കുന്നില്ലെന്ന്. और उसके बाद हमारा कंप्लेन ये रपट ये होती है कि प्रभु बात नहीं പക്ഷെ करता। നമ്മൾ ചെവി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. लेकिन अगर हमारे कान को खुले रखेंगे तो परमेश्वर बात करेगा। ഇവിടുത്തെ വലിയപ്പച്ചനും വലിയമ്മച്ചിയുണ്ട്. एक बुजुर्ग एक माता पिता थे। കഥയൊക്കെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. कहानी सब लोगों को अच्छा लगता है। Am I right? വലിയവർക്കും ഇഷ്ടമാണ്. बड़ों को भी अच्छा लगता है। ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. एक दादा दादी थे അപ്പം അപ്പച്ചന് ഒരു വലിയ കംപ്ലൈന്റ്. और ये दादा का एक बड़ा कंप्लेंट था അമ്മച്ചിക്ക് ചെവി കേൾക്കത്തില്ല. कि ये जो उनकी पत्नी जो है उन्हें कान नहीं सुनाई नहीं देता। അപ്പം ഡോക്ടറെ കൊണ്ടുവന്നാണ്. तो डॉक्टर को बताया। അപ്പൊ ഇന്നത്തെ പോലെയുള്ള ഹിയറിംഗ് എബിലിറ്റി പരിശോധിക്കാനുള്ള സ്ഥലമൊന്നും അന്നില്ല. तो आज के जमाने में जैसे हियरिंग एबिलिटी का जिसका जांच किया जा सकता है, उस जमाने में ऐसी कोई बात नहीं അതുകൊണ്ട് थी। ഡോക്ടർ പറഞ്ഞു, इसलिए डॉक्टर ने कहा പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രത്തോളം അമ്മച്ചിക്ക് കേൾക്കാമെന്നുള്ളത് നോക്കാം. हम इस आवाज को माँ जी कितनी सुनती है इसका हम लोग जांच करेंगे। അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ ഹോളിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് അപ്പച്ചൻ എന്തെങ്കിലും അമ്മച്ചിയോട് ചോദിക്കും. उन्होंने कहा कि आप इस कमरे के उस और रुककर वहां से आप इस माता से कुछ पूछिए। എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ ചോദിച്ചോണ്ടിരിക്കും. और ऐसे जैसे जैसे आप नजदीक आएंगे आप पूछते रहे। എവിടം വരെ വരുമ്പോഴാ അമ്മച്ചി റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. जब कहाँ तक आप आएंगे, जब ये इनका प्रतिक्रिया होगी वो हम जान അപ്പം पाएंगे। ആ ഹിയറിംഗ് എബിലിറ്റി എത്രയുണ്ടെന്ന് നമുക്കൊന്ന് ഇത് അളക്കാൻ പറ്റും. तो उनकी सुनने की तीव्रता कितना है ये हमें तब मालूम पड़ അപ്പൊ जाएगा। അങ്ങനെ പറഞ്ഞ് അപ്പച്ചൻ അങ്ങേ അറ്റത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി. और ऐसे कहकर वो जो बुजुर्ग वो जो दादाजी थे वो काफी पीछे जाकर उस कमरे के उस सिरे में जाकर बात करते हैं। ചോദിച്ചത് എടീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ ആണെന്ന് ചോദിച്ചു. उसने ये पूछा कि सवेरे ब्रेकफास्ट के लिए क्या है। ഉത്തരവൊന്നുമില്ല. कोई जवाब नहीं है। അപ്പം 50 മീറ്റർ ദൂരെന്ന് ചോദിച്ചു. तो 50 मीटर की लंबाई से पूछा था। അത് കഴിഞ്ഞിട്ട് 40 മീറ്റർ ദൂരെന്ന് ചോദിച്ചു. फिर 40 मीटर की दूरी में पूछा രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. कि सवेरे ब्रेकफास्ट के लिए क्या है। ഉത്തരവില്ല. कोई जवाब नहीं। 20 മീറ്റർ അകലെന്ന് ചോദിച്ചു. 20 मीटर की लंबाई से पूछा, അന്നേരം ഉത്തരവൊന്നുമില്ല. तब भी कोई उत्तर नहीं। ഒരു 10 മീറ്റർ ദൂരെന്ന് വിളിച്ചു. आखिर में 10 मीटर की दूरी से पूछा, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? सवेरे ब्रेकफास्ट के लिए क्या है। അന്നേരം ഉത്തരവൊന്നുമില്ല. तब भी कोई उत्तर नहीं है। പിന്നെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, नजदीक आकर पूछा രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ചോദിക്കുന്നത്. कि सवेरे ब्रेकफास्ट के लिए क्या है। ഉടനെ അമ്മച്ചി പറയാ, तब इस माता ने कहा എന്റെ മനുഷ്യനെ 5 പ്രാവശ്യമാണ് ഞാൻ പറയുന്നത് ചപ്പാത്തി കോഴിക്കറി വന്നു. 5 मरतबा मैंने बता दिया कि चपाती और चिकन करी है। എന്താ പ്രശ്നം? तो वहाँ पर समस्या क्या है। അപ്പച്ചന് ജോലി കേൾക്കത്തില്ല. पिता को सुनाई नहीं देता। അപ്പച്ചന്റെ കംപ്ലൈന്റ് എന്താ? और पिता का कंप्लेंट क्या है അമ്മച്ചിക്ക് ചെവി കേൾക്കത്തില്ല. कि ये माता जी को सुनाई नहीं देती। ഇതുപോലെ പലപ്പോഴും നമ്മൾ പറയുന്നത് कई बार ऐसा हम लोग भी कहते हैं ദൈവം സംസാരിക്കുന്നില്ലെന്നാണ് നമ്മുടെ പരാതി. परमेश्वर बात नहीं करता, वो बात नहीं करता, ऐसा हमारा रपट है। പക്ഷെ സത്യം എന്താ? लेकिन सच क्या है। ദൈവം സംസാരിക്കുന്നുണ്ട്, परमेश्वर बात करता है, നമ്മൾ കേൾക്കുന്നില്ലെന്നുള്ളതാണ്. लेकिन हमें सुना ही नहीं देता, ये सच है। അതായിരിക്കരുത് ഒരു സമാഗമന കൂടാരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് സ്നേഹിതനോട് എന്നതുപോലെ നമ്മൾ കർത്താവ്. ऐसा नहीं होना चाहिए। मेल मिलाप वाले तंबू में जो होता है एक मित्र के जैसा हम परमेश्वर से बात करते हैं। അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. आपस में दो तरफा बातचीत। നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്നു, हम परमेश्वर से बात करें അതാണ് നമ്മുടെ പ്രാർത്ഥന. और ये हमारी प्रार्थना है। എന്നാൽ അതേസമയം ദൈവം നമ്മളോട് സംസാരിക്കും. उसी समय परमेश्वर भी हमसे बात करे। ദൈവം നമ്മളോട് സംസാരിക്കുക നമ്മൾ കേൾക്കണം. परमेश्वर जब हमसे बात कर रहा हो तो हमें सुनना चाहिए। ഹല്ലേലൂയ. हालेलुया। കർത്താവ് പറയുന്നത് നമ്മൾ കർത്താവോട് സംസാരിക്കുകയും കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നമ്മുടെ ആത്മീയ ജീവിതം ഫലവത്തായിരിക്കും. और ऐसा जब हम परमेश्वर से बात करते हैं प्रार्थना के माध्यम से, और परमेश्वर जब हमसे बात करता है तब हमारी आत्मिक जीवन जो है वो फलवंत होता है। ഇവ യോനായുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. यूहन्ना का इतिहास हम पढ़ रहे हैं। യോനായുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോന ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്, ദൈവം യോനായോട് സംസാരിക്കുന്നുണ്ട്. यूहन्ना का इतिहास जब पढ़ते हैं तो वहाँ की खासियत ये है परमेश्वर यूहन्ना से बात करता है और यूहन्ना जो है वो भी परमेश्वर से बात करता है। അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. आपस में वो बात करते हैं। ചില കാര്യങ്ങളിലൊക്കെ യോനായ്ക്ക് പാളിച്ചകൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് അവൻ സംസാരിക്കുന്നു. कुछ चीजों में यूहन्ना में कमी जरूर है, लेकिन यहाँ पर हम देखते हैं वो परमेश्वर से बात जरूर करता ദൈവം है। അവനോട് സംസാരിക്കാതിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് അവൻ
അനുസരണമില്ലാത്തവനായി ദൈവത്തിന്റെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടി പോയപ്പോഴാണ് ദൈവം സംസാരിക്കാതിരുന്നത്. लेकिन जब उसने आज्ञा का उल्लंघन करते हुए परमेश्वर को वचन न मानते हुए जब वहां से दौड़कर प्रभु की उपस्थिति से दूर गया, उस समय में परमेश्वर ने योना से बात नहीं की। ദൈവം നമ്മളോട് റിബല്യസ് അല്ലെങ്കിൽ സംസാരിക്കും. अगर हम परमेश्वर के खिलाफ नहीं है तो वो हमसे बात करेगा। ഹല്ലേലൂയ. हालेलुया। അവൻ നമ്മളോട് സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും, वो हमसे बात करेगा और हम उसे सुन सकते हैं, നമുക്ക് അറിയാൻ പറ്റും, हम जान सकते हैं, നമ്മുടെ ആത്മാവിൽ നമുക്കത് ഗ്രഹിക്കാൻ പറ്റും. हमारी आत्मा में हम इसको समझ सकते അത് हैं നമ്മൾ അറിയണം, और ये हमें जानना है, അത് നമ്മൾ ഗ്രഹിക്കണം. वो हमें स्वीकार करना है। അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ये आत्मिक जीवन है, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സംസാരം. आपस में बातचीत करने वाले के ഞാൻ साथ। ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം എന്നോട് मैं സംസാരിക്കുന്നു. परमेश्वर से बात करता हूँ और वो मुझसे बात करता है। അവൻ യഹോവയുടെ അരുളപ്പാട് യോനയ്ക്കുണ്ടായി. और यहोवा की वचन जो है वो योना को हुआ, എന്നാൽ അവൻ അത് കേൾക്കുവാൻ തയ്യാറാകാതെ റിബല്യസ് ആയിട്ട് പോയി. लेकिन वो उसका बात न सुनते हुए उसके खिलाफ उसके विरोध हुआ। ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം അരുളപ്പാട് കൊടുത്തു, പക്ഷേ മനുഷ്യൻ റിബല്യസ് ആയി പോയി. परमेश्वर के तरफ से उसने तो आज्ञा दी थी, उसने वचन दिया था, लेकिन लोग या परमेश्वर जो लोग हैं वो उसके खिलाफ हुए। നമ്മൾ റിബല്യസ് ആകുമ്പോൾ जब हम खिलाफत करते हैं, നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, हमारे मन में अगर सच्चाई है, നമ്മളിപ്പോഴും ദൈവമക്കൾ തന്നെയാണെങ്കിൽ, अब भी अगर हम परमेश्वर के संतान हैं, തീർച്ചയായിട്ടും മകനെ ശിക്ഷണത്തിലൂടെ മടക്കി വരുത്തുവാൻ നോക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. तो निश्चित तौर पर अपने बेटे को ताड़ना के द्वारा अनुशासन और मन फिराव की ओर ले जाने वाला एक अच्छा पिता है हमारा परमेश्वर। അങ്ങനെ യോനായുടെ ജീവിതത്തിൽ യോനായെ ദൈവം മടക്കി വരുത്തും. और ऐसे योना के जीवन में हम देखते हैं योना को फिर लौटा था। യോനയുടെ ഭാഗത്ത് നിന്ന് റിബല്യസ് ആയി, योना खिलाफत किया, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അവനെ ഡിസിപ്ലിൻ ചെയ്തു. परमेश्वर की तरफ से उसका अनुशासन किया അവൻ ആ ഡിസിപ്ലിൻ അക്സെപ്റ്റ് ചെയ്തു. और उस अनुशासन का उसने स्वीकार किया। അപ്പോൾ വീണ്ടും യോനയുടെ ഭാഗത്ത് നിന്ന് റിപ്പന്റൻസ് ഉണ്ടായി. और फिर से योना की तरफ से हम देखते हैं मन फिराव हुआ। അങ്ങനെ റിപ്പന്റൻസ് ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം അവനെ റെസ്റ്റോർ ചെയ്തു. और जब मन फिराव हुआ तो परमेश्वर की तरफ से उसने उसको स्थापित किया। റെസ്റ്റോർ ചെയ്തപ്പോൾ മുതൽ വീണ്ടും ഈ സംഭാഷണം, സംസാരം, സംസർഗം പുനഃസ്ഥാപിക്കപ്പെട്ടു. और जब उसको पुनर्स्थापना किया गया तो वापस से बातचीत, वार्तालाप, ये जो है मिलाप होता रहा। ഒന്നാം അധ്യായം തുടങ്ങുന്നത് യഹോവയുടെ അരുളപ്പാട് യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട്. और पहले अध्याय जहाँ आरंभ होता है कि परमेश्वर की वचन जो योना को मिला, രണ്ടാമത്തെ അധ്യായത്തിൽ ഇവന്റെ പ്രാർത്ഥനയാണ്. और दूसरे अध्याय में इसकी प्रार्थना है। എന്നാൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ. और तीसरे अध्याय का आरंभ हम ऐसा पढ़ते हैं कि दूसरी बार जो योना को यहोवा से परमेश्वर से जो वचन आया, അവൻ ദൈവം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. तो परमेश्वर फिर बात करने लगा। അപ്പോൾ അവൻ അനുസരിച്ചു. अब उसने उसका पालन किया, അവൻ നേരെ നിനവയിലേക്ക് പോയി. वो सीधा निनवे चला गया। അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിങ്ങളെല്ലാം നശിക്കും. वहां जाकर उनसे कहा अब से 40 दिन बाद आप लोगों का नाश होगा। മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞില്ല. मन फिराने को नहीं कहा। ഞാൻ നിന്നോട് പ്രസംഗിക്കാൻ പറയുന്ന പ്രസംഗം പറയണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ ഇഷ്ടമുള്ള പ്രസംഗം അവൻ പ്രസംഗിക്കുന്നത്. परमेश्वर ने उससे कहा था कि मैं तुझसे जो के प्रचार करने कहूँ वही जाकर प्रचार करना, लेकिन वो तो वहां जाकर अपनी मर्जी से प्रचार किया। പക്ഷേ അവരാരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമില്ല. क्योंकि वो नहीं चाहता था कि उस नगर का कोई भी मन फिराए। എന്നാൽ യോനയുടെ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ, യോന മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം മനംതിരിഞ്ഞു, അല്ലെങ്കിൽ ദൈവം അവനെ യോന മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തി എന്ന് അവർക്ക് മനസ്സിലായി. लेकिन जब योना का इतिहास उन्हें समझ आया तो वो ये समझ गए कि योना जब खिलाफ हुआ और उसके बाद जब मन फिराया तो योना को पुनर्स्थापित किया, ये बात वो समझ आया। അപ്പോൾ അവർ പറയാൻ തുടങ്ങി, അങ്ങനെ യോനയുടെ ജീവിതത്തിൽ അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് കൊടുത്തെങ്കിൽ തീർച്ചയായും നമ്മൾ മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാകും. तो ऐसे लोग आपस में कहने लगे, ऐसे योना के जीवन में कमी हुआ, लेकिन मन फिराने के बाद अगर उसको पुनर्स्थापित किया गया तो हमारे जीवन में भी अगर हम मन फिराए तो संभावना है कि हमारा भाई पुनर्स्थापना हो। അതുകൊണ്ട് മനുഷ്യനും മൃഗങ്ങളും എല്ലാവരും ഉപവസിക്കണം. तो मनुष्य, पशु सब जो है उपवास लेना है, എട്ടുടുക്കണം, उन्हें टाट ओढ़ना है, കരയണം, रोना है, ഒച്ചത്തിൽ അയ്യം വിളിക്കണം. चिल्लाना है। അത്രയും പോരാ, इतना ही नहीं, ഓരോരുത്തർ തന്റെ ദുർമാർഗം വിട്ടുതിരിയണം. लेकिन एक एक व्यक्ति अपने कुकर्म को छोड़े അവരുടെ പക്കലുള്ള വയലൻസ്, സാഹസം വിട്ടുകളയണം. और उनके पास जो उपद्रव या जो हिंसक जो स्वभाव था उसको छोड़े। അവർക്ക് വലിയൊരു രൂപാന്തരം ഉണ്ടാകും. उनमें एक रूपांतर होना। രാവിലെ കണ്ടത് അതാണ്. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണെങ്കിലും രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് പ്രയോജനം ഉണ്ടാകും. हमने सवेरे यही देखा कि उपवास और प्रार्थना अच्छा है, लेकिन उस माध्यम से अगर हमारे जीवन में रूपांतर नहीं होता तो इस उपवास और प्रार्थना का कोई उपयोग नहीं। ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ഒന്നും ദൈവത്തെ മാറ്റാനല്ല. सही रीति में जो हम प्रार्थना या उपवास करते हैं वो परमेश्वर को बदलने के लिए नहीं है, നമ്മളെ മാറ്റാൻ.
हमें बदलने के लिए है, നമുക്ക് വ്യത്യാസം ഉണ്ടാകാൻ, हमारे में बदलावट होने के അല്ലാതെ लिए है, ദൈവത്തിന് വ്യത്യാസം ഉണ്ടാക്കാനല്ല. परमेश्वर को बदलने के लिए नहीं। ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ കഴിയുമില്ല. और परमेश्वर को हम बदल भी नहीं सकते, കാര്യം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവൻ, അല്ലെങ്കിൽ അവന് क्योंकि वो कल आज और कल एक सा परमेश्वर है, उसमें कोई भी बदलावट नहीं होता। പിന്നെ ദൈവത്തിന് എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടായെന്ന് പറയുന്നത്? फिर उसमें बदलावट हुआ ऐसा कैसे कहते ഇവിടെയും हैं? പറയുന്നുണ്ട് ദൈവം അനുദപിച്ചത്. यहाँ पे भी लिखा है कि वो अपने इच्छा से बदल गया। അതിന്റെ അർത്ഥം ദൈവം എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്താ മാനസാന്തരം ഉണ്ടായെന്നല്ല. लेकिन इसका मतलब परमेश्वर किसी की चीजों में मन फिराव हुआ ऐसा नहीं है। മാനസാന്തരം മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ, മാനസാന്തരം ദൈവത്തിന് ഉണ്ടാകത്തില്ല. मन फिराव केवल मनुष्यों के बीच होता है, मन फिराव जो है परमेश्वर को नहीं होता। പിന്നെന്താ വ്യത്യാസം? फिर क्या अलग है? എന്താണ് അവൻ ഉണ്ടായ മാനസാന്തരം എന്ന് പറയുന്നത്? उसमें जो मन फिराव हुआ वो क्या है? അതായത് ഈ നിലവിലെ ജനങ്ങളോട് പറഞ്ഞു, ശരിക്കും ദൈവത്തിന്റെ ദൂതൻ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിച്ചു കളയുമെന്നാണ്. तो निनवे में जो कहा कि अगर तुम मन फिराएंगे नहीं तो तुम्हारा नाश होगा ऐसा कहा। അത്രയും യോന പറഞ്ഞില്ലെങ്കിലും അതായിരുന്നു സന്ദേശം. योना ने उतना नहीं कहा, लेकिन उसका प्रचार का संदेश यही था, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ अगर मन नहीं फिराएंगे ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. मैं तुम्हारे नाश करूंगा। കാര്യം വേദോസത്തിലുടനീളമുള്ള സന്ദേശമല്ല അങ്ങനെ തന്നെ. क्योंकि बाइबल में पूरा यही संदेश दिया പക്ഷെ है, അവര് മാനസാന്തരപ്പെട്ടു. लेकिन इनका मन फिराव हुआ। മാനസാന്തരപ്പെട്ടപ്പോൾ അവൾക്ക് വരുത്തുമെന്ന് ദൈവം പറഞ്ഞ അനർത്ഥം അവൾക്ക് വരുത്തി. और जब वो मन फिराया तो जो उनके ऊपर आपत्ति आने वाली थी वो विपत्ति उनके ऊपर नहीं आया। നമ്മൾ പിള്ളേരുടെ പറയുകയാണ്, നീ കരയാണെങ്കിൽ ഞാനിത് നിനക്ക് തരത്തില്ല. बच्चों से कभी कहते हैं कि अगर तू रोता है तो मैं ये नहीं दूंगा। നമ്മൾ തിരിച്ചാ കരയാണെങ്കിൽ കൊടുക്കുള്ളൂ. हमारा तो उल्टा है, जब वो रोएंगे तभी देंगे। കരഞ്ഞിട്ട് പിള്ളേർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. बच्चे रोएंगे तो उन्हें कुछ नहीं देना, അപ്പൊ അതിന്റെ അർത്ഥം അത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഇതൊരു ലാംഗ്വേജ് ആകും കരച്ചിൽ. क्योंकि ये फिर उनके लिए एक भाषा बन जाएगा। പിന്നെ എല്ലാത്തിനും അവർ കരയാൻ പോകും. उसके बाद हर चीज के लिए वो रोएंगे। കരഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർ അതിനു വേണ്ടി ഒന്നിനു വേണ്ടി കരയുന്ന പരിപാടി ഉണ്ടാകും. ये रोने से अगर आप कुछ उनको ना दे तो अगली बार से वो ऐसी चीजों के लिए नहीं रोएंगे। ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ അവർ പിന്നെ ഒക്കെ കരയുമായി. एक दो बार फिर हो सकता है वो रोए, പക്ഷെ കരഞ്ഞാൽ കിട്ടത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, लेकिन रोने के बावजूद नहीं मिलेगा ये जब समझ आता है, പിന്നെ അവർ അതിന് ഒരു കാര്യത്തിന് വേണ്ടി കരയത്തില്ല. फिर वो किसी भी चीज के लिए वो नहीं അവർ रोएंगे, ചോദിക്കാൻ തുടങ്ങും. वो सवाल करने लगेंगे। അപ്പൊ അവരെ നമ്മൾ മാനിച്ച് അവരെ സ്നേഹിച്ച് അവർ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അവർക്ക് നമ്മൾ കാര്യങ്ങൾ കൊടുക്കണം. तब उनका मान कर उनका आदर करते हुए जो उन्होंने पूछा है वो अगर सही है तो उनके उसके हिसाब से हमें उस चीजों को करना। കരഞ്ഞ് കാര്യം സാധിക്കാൻ പിള്ളേരെ സമ്മതിക്കും. लेकिन रोकर कभी भी उनके बातों को पूरा करने के लिए नहीं देना। അപ്പൊ നമ്മൾ പറയാണ്, നീ കരയാണെങ്കിൽ ഞാനിത് നിനക്ക് തരത്തില്ല. अगर तुम रोओगे तो मैं तुम्हें ये नहीं दूंगा। ഉടനെ ചെറുക്കൻ കരച്ചിലൊക്കെ നിർത്തിയെന്ന് വെക്കുക. तो अगर ये अपना रोना बंद करता है അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? तो हम क्या करेंगे? നമ്മൾ കൊടുക്കും. हम देंगे। അപ്പൊ നമുക്ക് മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? तो हम कह सकते हैं कि इसका मन फिरा है। നമുക്ക് മാനസാന്തരം ഉണ്ടായതല്ല. हमें मन फिरा, हमारे में मन फिरा नहीं। നമ്മൾ പറഞ്ഞത് കൊടുക്കത്തില്ലെന്നല്ല, കരയാണെങ്കിൽ കൊടുക്കത്തില്ലെന്നാ. हमने ये नहीं कहा कि उसे ये नहीं दिया जाएगा, हमने ये कहा कि अगर वो रोना बंद नहीं करता तब नहीं मिलेगा। അപ്പൊ അവൻ കരച്ചിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. तो जब उसने रोना बंद करेगा तो हम उन्हें दे देगा। ഇതുപോലെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ നശിപ്പിക്കുമെന്നല്ല, ഞാൻ നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കും. इसी तरह परमेश्वर ने ये नहीं कहा कि मैं उन्हें निस्तनाबूद कर दूंगा, लेकिन अगर तुम मन नहीं फिराओगे तो तुम्हें नाश അവർ करूंगा। മാനസാന്തരപ്പെട്ടു. लेकिन उनका मन फिराव हुआ അപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. और तब परमेश्वर ने जो उनके प्रति उनके खिलाफ करने वाला था वो नहीं किया। അത് ദൈവത്തിനുണ്ടായ വ്യത്യാസമല്ല. और ये परमेश्वर में हुआ एक बदलावट नहीं है। വ്യത്യാസം ഉണ്ടായത് ജനങ്ങൾക്കാണ്, ദൈവത്തിനല്ല. बदलावट जो था वो लोगों में हुआ, परमेश्वर में नहीं। അപ്പോൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും നമുക്ക് വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. तो प्रार्थना और उपवास जो है हमारे में बदलावट होने के लिए। ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവികമായി കാര്യങ്ങളെ ചെയ്യാനുള്ള പക്വത കിട്ടേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. परमेश्वर की इच्छा के अनुसार उस ईश्वरीय योजना की बातों को करने के लिए, परिपक्व बनने के लिए उपवास और प्रार्थना। ദൈവം ചില കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കുന്നു. परमेश्वर कुछ बातों को हमसे दूर रखता है। എന്തുകൊണ്ടാണ് ദൈവം നിഷേധിക്കുന്നത്? क्यों हमारे लिए वो नहीं देता? ഓ അവൻ ഞാൻ കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല, मैं उसको नहीं देगा ऐसा सोचकर नहीं, അല്ല അതുമല്ല, അവനൊന്ന് കരയട്ടെ, കരഞ്ഞാലേ കൊടുക്കത്തുള്ളൂ. या फिर उसे रोने दो, रोने के बाद ही मैं ഒരു 10 ദിവസം ഉപവാസം കൊടുക്കട്ടെ, 10 दिन उपवास लेने दो, 10 ദിവസം പട്ടിണി ഇരിക്കുമ്പോൾ ഞാൻ കൊടുക്കാം 10 എന്നല്ല दिन भूखा रहेगा तब मैं उसे दूंगा, ऐसा नहीं कहता। കർത്താവ് അങ്ങനെ പറയത്തില്ല. वो ऐसा कभी नहीं कहता। കർത്താവ് പറയുന്നത്, ഞാൻ ഇപ്പം നിനക്കത് തന്നാൽ നിനക്കത് ഉപയോഗിക്കാനുള്ള പക്വതയായിട്ട്. परमेश्वर कहता है कि मैं अभी अगर तुझे ये दूं तो इसको इस्तेमाल करने का तू परिपक्व नहीं है। നീ പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ ഞാൻ നിനക്ക് തരാം. लेकिन जब जो परिपक्व हो जाएगा तब मैं तुझे ये दे दूंगा। അത്രേ ഉള്ളൂ. उतना ही है। അത് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചോദിക്കും. कई चीजों को हम जल्दी पूछ लेते हैं। ഞാൻ ഉദാഹരണമായിട്ട് 16 വയസ്സുള്ളപ്പോൾ എന്റെ മോള് വന്നിട്ട് പറയണം, അപ്പൊ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തന്നെ.
एक नमूना के तौर पर अगर 16 साल की उम्र में मेरी बेटी मुझसे आके कहती है पिताजी मुझे एक बाइक चाहिए, അപ്പൊ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. मैं खरीद कर नहीं दूंगा, അപ്പൊ ഇവൾക്ക് ഭയങ്കര സങ്കടം. तो इससे बहुत दुख होता है, അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. वो प्रार्थना करने लगती है। 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കും, ബൈക്ക് വാങ്ങിച്ചു തരണം, ബൈക്ക് വാങ്ങിച്ചു തരണം, ബൈക്ക് വാങ്ങിച്ചു തരണം, ബൈക്ക് വാങ്ങിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 साल तक प्रार्थना करने लगी कि मुझे बाइक लेके देना है, मुझे बाइक खरीद देना है, मुझे बाइक दिलाना है। 2 വർഷം കഴിഞ്ഞു. 2 साल हुआ, ഞാൻ അവൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. मैंने उससे एक बाइक खरीद कर दिया। അപ്പൊ ഇവളെന്നെ പറയുന്നറിയാം, अब ये क्या कहा, തരത്തില്ലായിരുന്നു എന്റെ അപ്പൻ. मेरे पिता नहीं देता था, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, लेकिन मैंने प्रार्थना किया, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, मैंने पकड़ कर प्रार्थना किया, ഒടുവിൽ തന്നു. आखिर में मिला। അങ്ങനെ നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ऐसा पकड़ कर प्रार्थना करें। തരത്തില്ലെന്ന് ചിന്തിച്ചാലും ദൈവം തരും. अगर प्रभु नहीं देगा ऐसा सोचे तो भी वो देगा, എന്നാൽ വാസ്തവം എന്താ, लेकिन सच्चाई क्या है, അവള് ഇങ്ങനെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. वो ऐसा अगर प्रार्थना नहीं भी करती तभी मैं दिलाता। അവള് ചോദിച്ചത് 16ാമത്തെ വയസ്സിലാണ്. लेकिन इसने जो पूछा था वो 16वें साल में था। അന്ന് പിള്ളേർക്ക് ലൈസൻസ് ഇല്ല. उस समय में वो लाइसेंस नहीं मिलता। 2 കൊല്ലം കഴിഞ്ഞു, 2 साल हुआ, അത് 18 വയസ്സായി. अब उसे 18 साल हुआ, അന്നേരം അവള് പോയി ബൈക്ക് പഠിച്ചു, तो वो जाके वो सीख ली, ലൈസൻസ് എടുത്തു. उसे लाइसेंस ഇപ്പൊ मिला, ബൈക്ക് ഉപയോഗിക്കാൻ അവർക്ക് പക്വതയായി. अब बाइक इस्तेमाल करने के लिए वो परिपक्व है। അത്രേ ഉള്ള കാര്യം. इतना ही काम, इतना ही। ഇവള് കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എല്ലാം ഞാൻ, അതൊന്നും എനിക്ക് വിഷയമല്ല. അവളുടെ സമയമാകുമ്പോ അവർക്ക് കൊടുത്തേനെ. ये रोती या गिड़गिड़ाती या प्रार्थना करती ये कोई वहाँ का विषय नहीं है, समय पर मैं जरूर उसको बाइक दिलाता। ഇത് തന്നെയല്ല, इतना ही नहीं, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന് എന്തിനാ ബൈക്ക്? स्कूल में जाने वाले बच्चे के लिए बाइक क्यों चाहिए? അവള് സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. वो स्कूल बस में जाती പക്ഷെ है, അവള് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയപ്പോഴാണ് അവൾക്ക് കോളേജിൽ പോകാൻ ബസ്സില്ല, അപ്പൊ പിന്നെ ബൈക്കിൽ പോയാലേ പറ്റുള്ളൂ. लेकिन जब वो यूनिवर्सिटी जाने लगी तो वहाँ जाने के लिए बस नहीं है, तो बाइक का जरूरी था। അന്നേരം കൊടുത്തു, അവൾക്ക് ആവശ്യമുള്ളപ്പോ കൊടുത്തു. जब उसको जरूरी था तब मैंने दिया। നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ല, ഒരു ആഗ്രഹം തോന്നുമ്പോൾ. लेकिन कई बार हमें जब आवश्यकता है तब हम मांग नहीं करते, लेकिन जब इच्छा होती है तब हम मांग करते हैं। പക്ഷെ അത് ഉപയോഗിക്കാനുള്ള പക്വത നമുക്ക് ചിലപ്പം ആയി കാണും. लेकिन उस चीज को इस्तेमाल करने का हम हो सकता है हम उसका परिपक्व नहीं हो। പക്വതയായിട്ടേ പിള്ളേർക്ക് കൊടുക്കാവൂ. परिपक्व होने के बाद ही बच्चों को ഇപ്പൊ അങ്ങനൊന്നും അല്ല. മാതാപിതാക്കൾ ചുമ്മാ ആവശ്യമില്ലാതെ മുട്ടയിൽ വിരിയാത്ത പിള്ളേർക്കെല്ലാം മൊബൈൽ ഫോണും. अब ऐसा नहीं है, लेकिन जो अंडे से बाहर नहीं निकला उसके हाथ में मोबाइल फोन है, അത് ഉപയോഗിക്കാനുള്ള പക്വത പിള്ളേർക്കുണ്ടോ? वो इस्तेमाल करने का थोड़ा भी पक्वता उसमें है क्या? ചുമ്മാ പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാ? अगर जरूरी है तो दूसरा फोन ला के दे दो। അതല്ല, പിള്ളേർക്ക് പക്വതയില്ലാതെ കൊടുക്കുന്ന മാതാപിതാക്കളെ. नहीं, लेकिन आजकल के माता पिता ऐसा है जो वो इस्तेमाल नहीं करते, उन चीजों को भी उन्हें दे दिया जाता है। മൊബൈൽ ഫോൺ എല്ലാതുപോലും അറിയാൻ വയ്യാത്ത പിള്ളേർക്ക് ആകെപ്പാടെയുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ തോന്നുന്നത്. मोबाइल फोन क्या है ये भी नहीं जानता, उनका व्यायाम इतना ही है स्क्रीन में जो ऐसे ऐसा करते हैं। അത് നിങ്ങളുടെ ഫോണിൽ എടുത്ത് പിള്ളേർ ഉപയോഗിക്കുക. आप लोगों को सभी का फोन लेकर वो ऐसा करते അത് हैं, തിരിച്ചു വാങ്ങിക്കാൻ പറ്റുമോ? वो वापस आप ले सकते हैं। എന്തോ ബഹളമോ, कितना कितना मुश्किल हो, ലോകമഹായുദ്ധം നടക്കുന്ന പോലെ. वर्ल्ड वॉर के जैसा होता है। അങ്ങനെ പിള്ളേരെ പഠിക്കരുത്. ऐसा बच्चों को नहीं सीखना है, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പിള്ളേരെ പഠിപ്പിക്കരുത്. जो अनचाही बात बच्चों को कभी नहीं सिखाना। ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. ये जब कहते हैं तो सभी लोगों को अच्छा नहीं लगता, പക്ഷെ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ളത് പറയാനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. लेकिन आपको जो अच्छा लगे वो कहने के लिए मैं यहाँ नहीं आया। നമുക്ക് ആഗ്രഹമുള്ളത് പറയാനല്ല, ആവശ്യമുള്ളത് പറയാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. आप लोगों की इच्छा के अनुसार बताने के लिए नहीं, लेकिन आवश्यकता के अनुसार बताने के लिए परमेश्वर का वचन। കുഞ്ഞുങ്ങൾ പക്വതയുള്ളവരായിട്ട് വളർത്തും. बच्चे जो है वो परिपक्व होकर बढ़ते हैं। പക്വത ഉള്ളപ്പോ കൊടുത്താൽ മതി. അത് ഉപയോഗിക്കാനുള്ള പക്വത ഉള്ളപ്പോ കൊടുത്താൽ മതി. അല്ലാത്തപ്പോ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. जब कोई चीज इस्तेमाल करने के लायक हो जाए तब उन्हें वो देना। ഈ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പിള്ളേരെ കാർട്ടൂൺ കാണിക്കുന്ന പരിപാടി നടത്തും. और ये बच्चे का तंग करना छुड़ाने के लिए उनको कार्टून दिखाते हैं, ये बात तो छोड़ देना। പലപ്പോഴും പിള്ളേരുടെ ശല്യം ഒഴിവാക്കാനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. कई बार बच्चों हमें तंग करते हैं, उसको अवॉइड करने के लिए हम उन्हें ये सब करते हैं। അതുകൊണ്ടെന്തോ ഈ കാർട്ടൂണിനകത്ത് ഇപ്പൊ വന്നത്, ഈ കാർട്ടൂണിനകത്തും ഉള്ളതൊക്കെ ഈ മെഷീൻസിന്റെ കാർട്ടൂണാണ് വരുന്നത്. आजकल ज्यादातर कार्टूनों में भी हम यांत्रिक मनुष्यों को देखते हैं। അപ്പൊ അതുകൊണ്ടെന്തോ ഈ പിള്ളേർ നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുന്നത്, ഈ മെഷീൻ നടക്കുന്ന പോലെ നടക്കുന്നത്. ഇവരൊക്കെ പഠിക്കുന്നുള്ളൂ. तो बच्चे जो चलते हैं वो भी यांत्रिक मनुष्य के जैसा या फिर रोबोट के जैसा चलते हैं। എന്തോരം ദോഷമാണെന്നറിയാം ഈ പിള്ളേർക്ക് ഇതെല്ലാം ഉണ്ടാകുന്നത്. ये कितना हानि पहुंचाता है बच्चों को। ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പിള്ളേരായിട്ട് വളരണം. जैसे मैंने बताया बच्चों की नाई बनना है। എന്ത് കാണണമെന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്, പിള്ളേരല്ല. അതിനുള്ള പക്വത പിള്ളേർക്കായിട്ട്. क्या देखना है क्या नहीं देखना है ये आप लोगों को निर्णय लेना है, बच्चे नहीं। ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തരാതിരിക്കുന്നത്, നിഷേധിക്കുന്നത്
അവർക്ക് അത് ഉപയോഗിക്കാനുള്ള പക്വത ഇല്ലാത്തതുകൊണ്ട്. ऐसे ही हमारे जीवन में भी कुछ चीजों को जो प्रभु हमसे रोक कर रखता है वो इसलिए क्योंकि हम उसका इस्तेमाल करने के लायक या उसका परिपक्व हम नहीं हुए। അവർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമ്മൾ ദൈവ സംസർഗത്തിലാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ സംസർഗമാണ്. तो जब प्रार्थना करते हैं तो परमेश्वर के साथ आपस में एक बातचीत है। അത് കാര്യസാധ്യത്തിനുള്ള ഒരു ഉപാധിയല്ല. वो केवल हमारी आवश्यकताओं को पूरा करने का कोई माध्यम नहीं है। മദം ഗയോൺ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്. मरम गियोन नामक एक लेखक है അവരുടെ ഒരു ബുക്കുണ്ട്, എക്സ്പീരിയൻസിംഗ് ഗോഡ് ത്രൂ പ്രയർ എന്ന് പറഞ്ഞു. और एक्सपीरियंसिंग गॉड थ्रू प्रेयर इस नाम का इस शीर्षक का एक किताब है। അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, prayer is not a means to gain things. It is when I am praying, I am not looking for to gain something. उसने जो कहा ये कहा, उसमें ये लिखा है कि प्रार्थना जो है कोई बात या किसी चीज को पाने का एक जरिया नहीं है, കാര്യം സാധിക്കാനുള്ള ഒരു ഉപാധിയല്ല പ്രാർത്ഥന. या फिर मेरी आवश्यकताओं को पूरा करने का कोई जरिया नहीं है प्रार्थना। When I pray, I experience God. लेकिन जब मैं प्रार्थना करता हूँ परमेश्वर का अनुभव करता हूँ। പ്രാർത്ഥനയിൽ ഞാൻ ദൈവ സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. प्रार्थना में मैं उसकी उपस्थिति में प्रवेश करता हूँ। ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. मैं उसमें सैटिस्फाइड हूँ। എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. मेरी प्रार्थना का उत्तर मिले ऐसा कोई जरूरी नहीं है, കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. क्योंकि जब मैं प्रार्थना करता हूँ उसी वक्त परमेश्वर की उपस्थिति को अनुभव करता ആ हूँ। ദൈവ സംസർഗം അനുഭവിക്കുമ്പോൾ और उस परमेश्वर की उपस्थिति का जब अनुभव होता ആ है സംസർഗമാണ് നമ്മളെ പക്വതയിലേക്ക് വളർത്തുന്നത്. और वो उपस्थिति हमें परिपक्वता की ओर हमारी परवरिश करती है। ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമുക്ക് ആത്മീക പക്വത വരണമെങ്കിൽ ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൂടെ മാത്രമേ ആത്മീയ പക്വത വരത്തുള്ളൂ. अगर हमें परिपक्व होना है तो आत्मा जो परमेश्वर है या पत्नी है उसके साथ जो उपस्थिति है उसी अनुभव के द्वारा हम परिपक्व हो सकते हैं। ഹല്ലേലൂയ. ശരിക്കും ഉപവാസത്തിൽ നടക്കുന്നത് ആത്മ സംസർഗമാണ്. ഉപവാസം उपवास में जो होता है वो यही होता है, एक आत्मिक उपस्थिति का एक अनुभव, കൂടെ വസിക്കുക. साथ वास करने वाला अनुभव, അതാണ് വാസ്തവത്തിൽ ഉപവാസം. यही है उपवास। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ വസിക്കുമ്പോൾ ദൈവത്തിന്റെ സാമീപ്യം എന്നിലേക്ക് ഒഴുകി വരികയും ഞാൻ ദൈവ സ്വഭാവത്തിന് അനുരൂപമായിട്ട് വളരുകയും ചെയ്യും. और ऐसा जब हम वास करेंगे तो परमेश्वर का स्वभाव जो है मेरी अंदर भर कर आता है और उस ईश्वरीय स्वभाव में मेरा ढांचा बनता है। അങ്ങനെ പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ ദൈവത്തിന് നമുക്കൊന്നും തരാൻ മടിയില്ല. और ऐसा परिपक्व जब हम हो जाएंगे तो परमेश्वर को हमें कुछ भी देने से कोई नीरस नहीं കാരണം होगा, ദൈവത്തിന് അറിയാം ഇവൻ ഇത് മോശമായിട്ട് ഉപയോഗിക്കത്തില്ല, ഇവൻ പക്വമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. क्योंकि परमेश्वर जानता है ये किसी हानि के लिए इसका इस्तेमाल नहीं करेगा, सही कामों के लिए इसका इस्तेमाल करेगा। അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് രൂപാന്തരീകരണമാണ്. ഉപവാസം അല്ലെങ്കിൽ കൂടെ വസിച്ച് നമുക്കുണ്ടാകുന്ന ആ ചേഞ്ച് ആണ്, നമ്മുടെ ആത്മാവിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസമാണ്. इसलिए उपवास और प्रार्थना के द्वारा हमें एक रूपांतर का होना जरूरी है, हमारे में एक बदलावट होना है, एक चेंज, एक परिपक्व होने का एक जरिया है। അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും വ്യത്യാസപ്പെടും. जब ऐसा होगा तो हमारा कार्य भी बदलेगा। അതാണ് അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ, जब परमेश्वर ने उनके कामों को देखा कि वे कुमार्ग से फिर रहे हैं, അപ്പോൾ നിലവിലെ ജനങ്ങൾ ഉപവസിച്ചപ്പോൾ അവരവരുടെ ദുർമാർഗം വിട്ടു തിരിഞ്ഞു, അവർക്ക് പിന്നെ രൂപാന്തരം ഉണ്ടായി. तो जब निनवे के लोगों ने उपवास किया तो उनके जीवन में बदलावट हुआ, बुरे कामों को उन्होंने छोड़ दिया। അങ്ങനെ അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് അത് തെളിയിച്ചപ്പോൾ, और जब अपने जीवन के द्वारा जब उन्होंने ये स्थापित किया, അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം ദൈവം വരുത്തിയില്ല. और जो हानि वो उन पर लाने वाला था उसने वो नहीं लाया। അപ്പോൾ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു. तो अपने जीवन के द्वारा उन्होंने साबित किया। ഉപവസിച്ചപ്പോഴല്ല ദൈവം രൂപാന്തരപ്പെട്ടത്, उपवास किया तब वो नहीं हुआ, പ്രാർത്ഥിച്ചപ്പോഴല്ല ദൈവം തന്റെ മനസ്സ് മാറ്റിയത്, या फिर जब उन्होंने प्रार्थना किया तब परमेश्वर ने मन नहीं बदला, അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് രൂപാന്തരം ഉണ്ടായെന്ന് തെളിയിച്ചപ്പോൾ, लेकिन अपने जीवन के द्वारा अपने कामों के द्वारा जब उन्होंने ये स्थापित किया कि उनके कर्मों से वो बदल चुके हैं, तब परमेश्वर ने ദൈവം അനുദപിച്ചു എന്ന് പറയുന്ന വാക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗോഡ് സോഫ്റ്റൻഡ് ഹിസ് ഹാർട്ട് എന്നാണ്. അല്ലാതെ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം മൃദുലചിത്തനായി അല്ലെങ്കിൽ അവന്റെ ഹൃദയം അലിഞ്ഞു.
मतलब परमेश्वर में दया आई, वो दयालु हुआ, ये है उसका सही मतलब। കാരണം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല, മനസ്സലിഞ്ഞു. അവർ പറഞ്ഞു വേണ്ട, എന്നാ പിന്നെ ഇനിയിപ്പോ ഞാൻ നിങ്ങളെ കൊന്നുകളയുന്നില്ല. मतलब जो हानि उन पर लाने वाला था उसका मन या फिर उस पर इतना करुणामय हुआ कि अब मैं आप लोगों को नहीं मारूंगा या उन्हें नहीं मारूंगा, ये बात से वो मुकर गया। അത് എപ്പോഴാ പറയുന്നത്? ये कब होता है? ആ പാപം മാറ്റി കളഞ്ഞപ്പോൾ, जब अपने पाप को अपने जीवन से उन्होंने अलग किया। നമ്മുടെ ജീവിതത്തിൽ ദൈവവിരുദ്ധമായ ചിന്തകളും പ്രവൃത്തികളും ഉണ്ടെങ്കിൽ ദൈവത്തിന് അനുതാപം ഉണ്ടാകത്തില്ല. हमारे जीवन में परमेश्वर के विरोध, उसके खिलाफ में पाप और सोच है तो कभी भी परमेश्वर का मन नहीं बदलेगा। അതിൽ നിന്ന് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ ദൈവം പറയും, ഓക്കെ, നിനക്കൊരു വ്യത്യാസം ഉണ്ടായത് കൊണ്ട് ഞാൻ നിനക്ക് വരുത്തുമെന്ന് പറഞ്ഞ ദണ്ഡനം വരുത്തുന്നില്ല. लेकिन अगर उसमें से अगर हमारा जीवन बदल जाता है, हम मन फिराते हैं, पाप की अवस्था को छोड़ते हैं, तब परमेश्वर कहता है कि जो दंड मैं तुम्हारे ऊपर लाने वाला था उस दंड को मैं नहीं लाऊंगा। ഹല്ലേലൂയ. हालेलुया। ഇത് നമ്മള് ഞാൻ പറഞ്ഞല്ലോ, കരച്ചിലും ഉപവാസവും ഒന്നും അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. रोना या उपवास या दुहाई देना ये इसका खास बात नहीं है। നമ്മൾ പഴയ നിയമത്തില് പുറപ്പാട് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ पुराना नियम में योशुआ का किताब जब हम അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ, योशुआ का किताब उसका 7वां अध्याय, അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യെരിഹോ കോട്ട അവർ പിടിക്കുന്ന കാര്യമാണ്. उसके छठे अध्याय में यरीहो को जो गढ़ को पकड़ते हैं उसके बारे में हम पढ़ते हैं। യെരിഹോ കോട്ട അവർ പിടിച്ചടക്കി. यरीहो का वो उसको उन्होंने पकड़ लिया, അത് അവരുടെ പ്രവൃത്തി കൊണ്ടൊന്നും അല്ല. उनके कार्यों की वजह से नहीं। കാരണം യെരിഹോ കോട്ട എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമുള്ള മതിലാണ്. यरीहो का जो गढ़ था, उनका जो दीवार था, बहुत ही बड़ा गढ़ था। അതിന്റെ മതിലിന്റെ മേൽ വീടുകൾ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പൊ എത്രത്തോളം വലിപ്പമുള്ളതാണെന്ന് ആലോചിച്ചു. और उस दीवारों के ऊपर घर बनाया गया था, ऐसा कहा जाता है। तो सोचिए कि वो गढ़ या फिर वो दीवार कितना बड़ा होगा। അത് ഒരു മനുഷ്യൻ പരിശ്രമിച്ചാൽ ഇടിച്ചു കളയാൻ പറ്റുന്നൊന്നുമല്ല. और एक मनुष्य अगर इसकी कोशिश करे तो वो तोड़ नहीं सकते। എന്നാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ആ മതിൽ ഇടിച്ചു കളഞ്ഞു. लेकिन परमेश्वर ने उनकी प्रार्थना सुनकर उसको तोड़ दिया। അങ്ങനെയാണ് അവർ യെരിഹോ പട്ടണം പിടിക്കുന്നത്. और इसी तरह वो यरीहो को पकड़ लेते हैं। എന്നാൽ യെരിഹോ പട്ടണം പിടിച്ചിട്ട് അവർ രണ്ടാമത് പോകുന്നത് ഹായി പട്ടണത്തിലേക്കാണ്. और उसके बाद वो आई उस नगर की ओर वो जाते हैं। എന്നാൽ അവിടെ പോകാൻ അവർ പരിശ്രമിച്ചപ്പോൾ और जब वहां जाने की उन्होंने कोशिश किया, അവർ പറഞ്ഞു അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് അവിടെ എല്ലാരും കൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല. वहां ज्यादा लोग नहीं है, इसलिए वहां सभी लोग मिलकर जाने की जरूरत नहीं है, അതുകൊണ്ട് കുറച്ചു പേരെ മാത്രമേ പറഞ്ഞു വിട്ടുള്ളൂ. इसलिए बस कुछ लोगों को वहां भेजा। എന്നാൽ എന്താ സംഭവിച്ചത്? वहां पर क्या हुआ? ഹായി പട്ടണക്കാർ, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്ക് തുടങ്ങി ശെബാരിയും പിന്തുടർന്ന് മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു കളഞ്ഞു. Joshua chapter 7. Yeah, that's okay. ഒന്നാമത്തെ കാര്യം, ഈ യെരിഹോ അവർ പിടിച്ച സമയത്ത്, सबसे पहले जब यरीहो को उन्होंने पकड़ा था, ആ സമയത്ത് ദൈവം അവരോട് പറഞ്ഞായിരുന്നു, ഇതിനകത്തൊന്നും യാതൊരു സാധനവും എടുക്കരുത്. उस समय में परमेश्वर ने उनसे कहा था कि उसके अंदर की कोई भी वस्तु नहीं लेना। എന്നാല് ഒരു ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, लेकिन आखान नाम का एक व्यक्ति, അവൻ അതിൽ നിന്ന് അവൻ കണ്ട് മോഹിച്ച ഒരു ബാബിലോണിയ മേലങ്കിയും കുറച്ച് പൈസയും എല്ലാം എടുത്തു. और वहां से कुछ चीजों को देखकर उसे अच्छा लगा और उसने वो ले लिया। അത് പക്ഷേ ദൈവത്തിന് അനിഷ്ടമായി. അത് കാര്യം അത് പാപമാണ്. वो परमेश्वर को अच्छा नहीं लगा क्योंकि वो पाप था। യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ, അല്ലെങ്കിൽ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. वहां पर यहोवा का क्रोध जो है इस्राएल के खिलाफ हुआ, ऐसे यहाँ पर लिखा है। അവരാരും അറിഞ്ഞില്ല, ഈ ആഖാൻ മാത്രമേ ഈ വിവരം അറിഞ്ഞുള്ളൂ. उनमें से कोई ये नहीं जानता था, केवल आखान इस विषय को जानता था। എന്നാല് ഈ ഹായി പട്ടണം പിടിക്കാൻ പോയപ്പോഴത്തേക്ക് അവർക്ക് ഹായി പട്ടണം പിടിച്ചടക്കാൻ കഴിയില്ല. लेकिन ए नगर को जब वो लोग पकड़ने गए तो वो ए नगर को उसके ऊपर जय नहीं पाए। തന്നെയല്ല, അവർ തോറ്റോടി. इतने नहीं, वो हार कर दौड़ना पड़ा। അതൊരു വലിയൊരു പ്രശ്നമായി. वो बहुत बड़ी समस्या हुआ। യെരിഹോക്കാരുടെ മുമ്പിൽ തോറ്റോടിയാ പിന്നെ വേണ്ടിയല്ലായിരുന്നു. ഹായി എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണമാണ്, അതിനോട് തോറ്റോടി എന്ന് പറയുമ്പോഴത്തേക്ക് ആകെപ്പാടെ വലിയ പ്രശ്നമാണ്. यरीहो के लोगों के सामने से अगर हार कर दौड़ते तो बड़ी बात नहीं थी, क्योंकि बहुत बड़ा एक राज्य था। लेकिन ए नाम का जो एक नगर था, छोटी सी नगर, इनके सामने से हार कर जाना बहुत बड़ी समस्या थी। വേഴ്സ് 6 പറയുമ്പോഴത്തേക്ക്, ഇത് യോശുവ അറിഞ്ഞപ്പോഴത്തേക്ക് യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞു. तभी यहोशू ने अपने वस्त्र फाड़े और वह और इस्राएल के वृद्ध लोग यहोवा के संदूक के सामने मुंह के बल गिरकर पृथ्वी पर सांझ तक पड़े रहे और उन्होंने अपने अपने सिर पर धूल डाली। ഭയങ്കര കരച്ചിലാണ്. बहुत रोना है, എല്ലാരും ഭയങ്കര കരച്ചിൽ. सभी लोग रोते हैं।
എന്നാൽ 10ാമത്തെ വാക്യം ഞാൻ അത് സമയമില്ലാത്തതുകൊണ്ട് അവരൊന്ന് വായിക്കാത്തത്. समय नहीं है इसलिए मैं एक-एक करके नहीं पढ़ता. 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ 10वें आयत में लिखा है, യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, यहोवा ने यहोशू से कहा, എഴുന്നേക്ക്, उठ, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിനാ? खड़ा हो जा, तू क्यों ऐसे भांति मुंह पर पृथ्वी पर क्यों पड़ा है? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, इस्राएल ने पाप किया है, അത് മാറ്റാദ്യം, वो पहले बदल, അത് കഴിഞ്ഞിട്ട് കരഞ്ഞാ മതി. उसके बाद तू रो. മനസ്സിലായോ? मैंने जो कहा आप लोग समझ में आया? നമ്മൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോശുവ ഒക്കെ കരയുമ്പോൾ ദൈവത്തിന്റെ മനസ്സറിയേണ്ടതാ. कि योशुआ वगैरह जब रोते हैं तो परमेश्वर को दया खाना चाहिए. കണ്ണുനീർ കണ്ടാൽ മനസ്സറിയുന്നവനായ കർത്താവ് യോശുവ കരയുന്നത് കണ്ടപ്പോൾ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും. और हो सकता है हम कहते हैं कि जो आंसू को देखकर जो दयालु होता है, यहोशू का यहाँ पर आंसू को देखा, ऐसा हम लोग हो सकते हैं प्रचार करें. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യോശുവ കരഞ്ഞിട്ടും, लेकिन सवेरे से लेकर सांझ तक योशुआ रोने के बावजूद, യോശുവ മാത്രമല്ല ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കിടന്ന് കരച്ചില്ല. केवल योशुआ ही नहीं, लेकिन वहाँ उसके साथ जो वृद्ध लोग थे वो भी वहाँ पर रो रहे थे. ദൈവം വന്ന് പറഞ്ഞില്ല, മോനെ യോശുവ നിന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കടാ, സാരമില്ല, ഞാൻ എല്ലാം ശരിയാക്കി. परमेश्वर ने आकर ये नहीं कहा, बेटा योशुआ तेरा रोना मैंने देखा है, ऐसा रोने का जरूरत नहीं है, कोई बात नहीं, तो उठ, എനിക്കാണേ, बेटा उठ जा, ഞാനതൊക്കെ ശരിയാക്കി. मैं ये सारी बातें ठीक करूँगा. നമ്മൾ ഇരിക്കുന്നത് കരഞ്ഞാൽ അങ്ങനെ ദൈവം മാറുമെന്ന്. हम कहेंगे, हम सोचते हैं कि रोने से प्रभु ऐसा പക്ഷെ बदलता है, കർത്താവ് എന്താ ചോദിക്കുന്നത്? लेकिन परमेश्वर वहाँ क्या कहता है? എന്തിനാണ് കിടന്ന് കരയുന്നത്? तू क्यों ऐसा रोता है? നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരഞ്ഞിട്ട് ഒരർത്ഥവും ഇല്ല. तू सवेरे से शाम तक रोकर कोई उपयोग നീ नहीं, 10 ദിവസം കൂടെ കരഞ്ഞിട്ടും കാര്യമില്ല. और 10 दिन रोएगा तो भी उपयोग नहीं. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാര്യം? क्यों ऐसा हुआ? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, इस्राएल ने पाप किया है, അത് മാറ്റി, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. उस पाप को हटा, उसके बाद बाकी चीजें कर. നിങ്ങൾക്ക് സംഭവം ചരിത്രം അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ആഖാനെ അവന്റെ പാപത്തിന് തക്ക ശിക്ഷ കൊടുത്ത് നീക്കിക്കളഞ്ഞതിന് ശേഷമാണ് അവര് ഹായി പട്ടണം പിടിക്കുന്നത്. और इतिहास आप जानते हैं, ऐसा विश्वास करता हूँ, उसके बाद आखान को उसकी पाप का शिक्षा मिलने के बाद एक नगर उनको जीत के तौर पर मिला. ഞാൻ പറഞ്ഞത് വെറും കരച്ചിൽ കൊണ്ട് മാത്രം ഒരു കാരണവശാലും ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കുന്നില്ല. मेरा कहने का तात्पर्य केवल रोने से, गिड़गिड़ाने से परमेश्वर कभी भी अपने निर्णयों को नहीं बदलता. ആദ്യം ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ മുഴുവൻ കറകളെയും മായ്ച്ചു കളയുക, കഴുകി കളയുക എന്നുള്ളതാണ്. तो सबसे पहले जरूरी यह है कि हमारे जीवन की पाप की हर उस दाग को हम धो डालें और शुद्ध करें. നമുക്ക് രൂപാന്തരം ഉണ്ടാകുമ്പോൾ ദൈവം മൃദുല ചിത്തനാകും. हमें जब रूपांतर होता है तब परमेश्वर दयालु होता है. ഹല്ലേലൂയ. हालेलुया. അതാണ് വാസ്തവത്തിൽ യോനായുടെ प्रसंगम കേട്ട നിനവേക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. और यही होता है योना का प्रचार सुनकर जो निनवे के लोगों के साथ परमेश्वर दयालु होता है. അവരെല്ലാവരും കരയാൻ തുടങ്ങി. പക്ഷെ കരച്ചിൽ മാത്രമല്ല, കരഞ്ഞ ആളുകൾ അവരുടെ ദുർമാർഗം വിട്ടുതിരിയാൻ തുടങ്ങി. वो सब रोने लगे, दुहाई देने लगे, केवल लेकिन रोए इतना ही नहीं, लेकिन अपने स्वभाव से वो बदल गए. അപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. और तब परमेश्वर जो उनको हानि पहुंचाने वाला था वो हानि उनके ऊपर नहीं लाया. ദൈവം പറഞ്ഞു, ഈ ജനം മാനസാന്തരപ്പെട്ടിരിക്കുന്നു. परमेश्वर ने कहा ये लोग तो मन फिरा चुके हैं, ഇവരെല്ലാം നശിക്കണമെന്നൊന്നും അല്ല എന്റെ ആഗ്രഹം. ये सब लोगों का नाश हो ये मेरी इच्छा नहीं है. ദൈവത്തിന്റെ ആഗ്രഹം ആരും നശിക്കണമെന്നല്ല. परमेश्वर की इच्छा कोई किसी का नाश नहीं है. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്. परमेश्वर की इच्छा सभी लोग मन फिराए, ऐसा है. അതുകൊണ്ടാണ് ആക്ട്സ് ചാപ്റ്റർ 17 അപ്പോസ്തല പ്രവൃത്തി 17:30 നമ്മൾ കാണുന്നത്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. और इसलिए प्रेरितों के काम में लिखा है कि अभी सभी जगह सभी लोग मन फिराए, ऐसा वचन लिखा है. അതേപോലെ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ കർത്താവ് പറയുകയാണ്, ദുഷ്ടൻ മരിക്കുന്നതിൽ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല, അവൻ മനസ്സ് തിരിയണമെന്നല്ലേ എന്റെ ആഗ്രഹം. बिल्कुल वैसे ही एजेकिएल 90 की किताब में भी लिखा है कि दुष्ट मर जाए ये मेरी इच्छा नहीं है, लेकिन वो अपने पाप से फिरे ये मेरी इच्छा है. ഒരാൾ പോലും നശിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. कोई भी व्यक्ति का नाश हो ये प्रभु नहीं चाहता. നിലവിലുള്ള ആളുകൾ മരിക്കണമെന്നായിരുന്നു അല്ലെങ്കിൽ നശിക്കണമെന്നായിരുന്നില്ല ദൈവത്തിന്റെ ആഗ്രഹം. निनवे के लोग कभी भी उनका नाश हो ये प्रभु की इच्छा नहीं थी. അവർ മടങ്ങി വരണമെന്നായിരുന്നു. वो मन फिराए ये उसकी അവർ മടങ്ങി വന്നു. वो मन फिराए वापस आए. ദൈവത്തിന് സന്തോഷമായി. परमेश्वर खुश हुआ കാരണം ദൈവം ആഗ്രഹിച്ചതാ. क्योंकि प्रभु वही चाहता था. ദൈവത്തിന് സന്തോഷമായി. परमेश्वर में खुशी हुई, പക്ഷെ യോനായ്ക്ക് സന്തോഷമായില്ല. लेकिन योना खुश नहीं हुआ. 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ चौथा अध्याय जब हम पढ़ते हैं അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ पहले आयत में, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. यह बात योना को बहुत ही बुरी लगी और उसका क्रोध भड़का. എന്തുവാ അനിഷ്ടമായത്? उसको क्या अच्छा नहीं लगा? അനിഷ്ടമായത് ഇസ്രായേൽ ഈ നിനവേക്കാരെ ദൈവം നശിപ്പിക്കാഞ്ഞത് അവന് അനിഷ്ടമായി. इस निनवे के लोगों को जो प्रभु ने नाश नहीं किया ये बात उसको बुरी लगी.
അവന് കോപം വന്നു, उसे क्रोध आया, അവന് ഭയങ്കര ദേഷ്യമായി പോയി. बहुत गुस्सा आया। ഓ, ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ये कैसी बात है? അവൻ പറയാ, അയ്യോ യഹോവേ, ഇത് തന്നെയാ ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോ എന്നോട് പോകാൻ പറഞ്ഞപ്പോ ഞാൻ പോകാഞ്ഞത്. वो कहता है, हे परमेश्वर, जब मेरे देश में था इसीलिए मैं नहीं गया, അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. इसीलिए मैं मुश्किल से वहां पर तर्शीश से दौड़ा। നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. क्योंकि मैं जानता था कि तू अनुग्रहकारी और दयालु परमेश्वर है और विलंब से कोप करने वाला है। നീ ഒരു പ്രത്യേക ടൈപ്പാണ്. तू एक अलग व्यक्ति है। നീ പറയുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല. ലെക്ചർ കഴിയുമ്പോൾ നിനക്ക് അങ്ങ് ദയൊക്കെ ഒഴുകി വരും. तू जैसा कहेगा वैसा तू नहीं करता, क्योंकि कुछ समय बाद दया बहुत दयालु हो जाता പിന്നെ है। പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊന്നും നടക്കത്തുമില്ല. ഞാൻ പറഞ്ഞ വാക്കിന് വിലയില്ലാതായി. उसके बाद जो कुछ मैंने कहा वो संभावना नहीं घटेगी और मेरे जो जबान है उसका कोई मूल नहीं ഞാൻ रहेगा। നമ്മൾ പറഞ്ഞ 40 ദിവസം കഴിയുമ്പോൾ എല്ലാം നശിക്കുമെന്ന്. मैंने उसे कहा था 40 दिन के बाद सब नाश हो പക്ഷേ जाएगा, ദൈവന്മാരെ നശിക്കില്ല. लेकिन इनका कोई नाश नहीं അവൻ हुआ। അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ये तो वहाँ चल रहे हैं। ഇതെന്തോ പരിപാടിയാ? ये कैसी बात है? അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കാൻ പറഞ്ഞു, യോന പ്രവാചകവും 40 ദിവസം കഴിയുമ്പോൾ നശിക്കുമെന്ന് പറഞ്ഞിട്ട് നശിച്ചില്ലല്ലോ. तो लोग पूछने लगे, ये भविष्यवक्ता 40 दिन के बाद नाश होने वाला था, क्या हुआ? कुछ नहीं हुआ। ഞങ്ങളൊക്കെ മാനസാന്തരപ്പെട്ടു. हम लोग मन फिराए, ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആളുകളായി. हम परमेश्वर के नजदीकी लोग हैं। കർത്താവ് ഞങ്ങളുടെ പാപമെല്ലാം ക്ഷമിച്ചു. परमेश्वर हमारे पापों को माफ किया। Praise the Lord. प्रेज द लॉर्ड। പക്ഷേ യോനായ്ക്ക് പ്രൈസ് ലോഡ് ഒന്നും വന്നില്ല. लेकिन योना में प्रेज लॉर्ड नहीं आया। യോന പറഞ്ഞു, ഇതെന്തോ പരിപാടി? योना कहा, ये कैसी बात है? ഞാൻ പറഞ്ഞ വാക്കിന് ഇപ്പൊ വിലയില്ലാതെ. अब मैंने जो कहा उसका कोई मूल्य नहीं रहा। ജനങ്ങൾ രക്ഷപ്പെടുന്നതല്ല അവന്റെ വിഷയം. लोग को छुटकारा होता है ये उसका विषय नहीं അവന്റെ है, വാക്കിന് വിലയില്ലാതായി പോയി. लेकिन उसकी जुबान का कोई मूल्य नहीं है। എന്റെ ഒരു പഴയ കഥ കേൾക്കുമ്പോൾ ये पुराना एक कहानी सुना है। ഈ പണ്ട് നമ്മുടെ നാട്ടിലൊന്നും എല്ലാ സ്ഥലത്തോടും ബസ്സൊന്നും ഇല്ലല്ലോ. ഒരു ബസ്സേ ഉള്ളൂ. ഒരു ദിവസം ഒരു ബസ്സേ ഉള്ളൂ. कि हमारे गांव में कई जगहों पर बस नहीं थी, या एक समय में एक ही बस हुआ करता था। അപ്പം ഒരു ബസ് രാവിലെ വരും, അത് പോയി ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും. एक बस सवेरे निकलती है और तो दोपहर को वापस आती है। അങ്ങനെ ഒരു സ്ഥലത്ത് ऐसी एक जगह में ഒരു മനുഷ്യന്റെ അപ്പൻ, വല്യപ്പൻ, പ്രായമുള്ള മനുഷ്യനാണ്. एक व्यक्ति बहुत ही बुजुर्ग था അപ്പം അദ്ദേഹത്തിന് ഒരു അസുഖം വന്ന് പ്രായമായി അങ്ങ് മരിക്കാറായി കിടക്കുക. और उसमें उसे वो बीमार था और वो मरने के नजदीक था। അപ്പൊ രാവിലെ ഇങ്ങനെ ശ്വാസം വലിക്കുന്നു, ഇങ്ങനെ വലിക്കുക. तो सवेरे से वो श्वास ले रहा है, लंबी सांस लेता है। അപ്പം മോന് മനസ്സിലായി അപ്പൻ ഇപ്പം മരിക്കും. तो बेटा समझ गया कि अब ये पिता जो है वो उसका देहांत होने वाला അപ്പൊ है। ഇപ്പം ഇവൻ ഒത്തിരി പേര് മരിക്കുന്നൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ അവനിങ്ങനെ ശ്വാസം വലിച്ചപ്പോൾ അവൻ മനസ്സിലാക്കി അപ്പൻ എന്താണെങ്കിലും ഒരു 10 മിനിറ്റ് മരിക്കും. और इसने कई लोगों को ऐसा देखा है कि लोग मर जाते हैं, तो वो बोला कि अब ये लंबी सांसें ले रहा है तो ये जरूर मर जाएगा। ഒരു അരമണിക്കൂറിനകം ചിലപ്പോൾ മരിച്ചു. हाँ, आधे घंटे में शायद हो सकते हैं मर പക്ഷെ जाए, ഒറ്റ ബസ്സേ ഉള്ളൂ. लेकिन वहाँ से एक ही बस है, മരിക്കുന്ന പോലെ നോക്കിക്കാൻ പറ്റത്തില്ല. तो ये मरने तक इंतजार नहीं कर सकते। മരിക്കുകയാണെങ്കിൽ പെങ്ങളോടൊക്കെ പോയി, പണ്ട് മോർച്ചറി ഒന്നും ഇല്ലല്ലോ, പെങ്ങളോടൊക്കെ പോയി പറയണ്ടായോ മരിച്ച കാര്യം. और अगर मर जाता है तो अपनी बहन से वगैरह कहना है, क्योंकि उस जमाने में मॉर्ग वगैरह नहीं था। അതുകൊണ്ട് ഇവൻ ചിന്തിച്ച് എന്താണെങ്കിലും അരമണിക്കൂറിനകം മരിക്കും. तो इसने सोचा कुछ भी हो आधे घंटे में मर जाएगा। അവൻ എല്ലായിടത്തും ബസ് കയറി പോയി, എല്ലായിടത്തും ചെന്ന് പറഞ്ഞു അപ്പൻ മരിച്ചു പോയി, 4 മണിക്ക് ശവോടൊക്കെ. और ये बस चढ़कर सब जगह गया, सभी को प्रचार किया कि पिताजी का देहांत हुआ है, 4 बजे उनका अंतिम कार्यक्रम हुआ। അന്ന് ഇതുപോലെ മോർച്ചറിക്കകത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റിയോ? और उस जमाने में मोर्चरी नहीं है, मॉर्ग नहीं है, इसलिए रख नहीं सकते അപ്പൊ शव। എല്ലാവരും പോയി പറഞ്ഞേച്ച് ഇവൻ ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വന്നു. ബസ്സിക്ക് വന്നപ്പോ തിരിച്ചു വന്നു. और सब लोगों को कहने लगा, वापस आया तो पिताजी जो है बाहर पहुंचे, दांत घस रहा है। ഇവനങ്ങ് ദേഷ്യവും इससे बहुत गुस्सा आया। പല്ലും വെച്ചോണ്ടിരുന്നു. आप दांत घस कर बैठो। ഞാൻ ആളുകളോട് ഒരു വാക്ക് പറഞ്ഞു, बैठा के लोगों को बोल चुका हूँ, ചത്താലും ചത്തില്ലെങ്കിൽ 4 മണിക്ക് ശവോടൊക്കെ. आप मरे या न मरे 4 बजे क्रियाक्रम होगा। എനിക്ക് എന്റെ വാക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. मेरा जुबान बदल नहीं सकता। അപ്പൻ ജീവിക്കുന്നതിനേക്കാൾ വലുതാണ് ഇവന് വാക്ക് മാറ്റാൻ പറ്റാത്ത. पिता जीवित है, इससे भी बढ़कर है इसका जबान। ഇതുപോലെ യോന പറയുന്നത് ഇതെന്തോ പരിപാടിയാ, ഇവന്മാരെല്ലാം ചാകുമെന്ന് ഞാൻ പറഞ്ഞ ഒറ്റ ഒരെണ്ണം ചത്തില്ല. और ऐसा ही योना कहता है ये सब लोग मर जाएंगे, नाश होंगे, ऐसा मैं बोला था, लेकिन एक कोई नाश नहीं हुआ। എനക്കപ്പോഴത്തേക്ക് അങ്ങ് കരുണ ഒഴുകി വരുന്നു, ദയ വരുന്നു. എനിക്കറിയാം ഇതാ പറഞ്ഞു, അതാ ഞാൻ ഓടി പോയത്. अब तेरे लिए तो तू तो करुणामय हो गया, दयालु हो गया, और इसी कारण मैं दौड़ गया तेरी उपस्थिति से। അവന്റെ വാക്കിന് വിലയില്ലാത്ത ഒരു സ്റ്റേജ് പോകും. उसकी जुबान या फिर उसकी वचन को कोई मूल्य नहीं है, ऐसा एक समय। ഇപ്പോഴും യോനായുടെ മനസ്സിൽ ഇവരെ എല്ലാം കൊല്ലണമെന്നേ ഉള്ളൂ. अब भी योना के मन में इन सभी को मार डालना है, ऐसा ही है। അവൻ ഈ ജനങ്ങളെ കുറിച്ചുള്ള ഒരു ഭാരം. ये लोगों के प्रति कोई भी एक बोझ नहीं है। അവിടെ അവൻ പറയുന്ന 3-ാമത്തെ വാക്യത്തിൽ ആകയാൽ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്നാണ്. इसलिए तीसरे आयत में वो कहता है कि इसलिए मेरे प्राण तू ले ले। അല്ല, അവനറിയാം ഇനിയും
ഇനി തിരിച്ചങ്ങ് പോയാലും പ്രയോജനമില്ല, കാര്യം എങ്ങനെങ്കിലും ദൈവം പിന്നെ ഇവിടെ കൊണ്ടുവരും. अब वो जानता है कि अभी वापस जाकर भी फायदा नहीं है, क्योंकि अगर गया तो भी प्रभु कैसे तो भी उसे लौटाएगा। ഇനി എവിടെ പോയാലും നീ എന്നെ തിരികെ ഇവിടെ തന്നെ കൊണ്ടുവരും. अब कहीं भी मैं चला जाऊं तो तू फिर वापस मुझे यही लाएगा। വേണ്ട, മടുത്തു, बोला बस खत्म हो गया, എന്റെ ജീവൻ അങ്ങ് എടുത്തു. अब मेरे जीवन तू ले ले। എനിക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത്. अब मुझे जीवित रहने से भी मरना प्रिय है। കർത്താവ് ചോദിച്ചു, എടാ മോനെ, നീ കോപിക്കുന്നത് വിഹിതമാണോ? വേഴ്സ് 4. यहोवा ने पूछा कि तेरा जो क्रोध भड़का है क्या वो उचित है? അതിനവന് ഉത്തരം പോലും പറഞ്ഞില്ല. उसके लिए उसने उत्तर भी नहीं दिया। കോപിക്കുന്നത് വിഹിതമാണോ? जो कोप होता है उचित है क्या? പിന്നെ മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു വിലയും നിലയൊക്കെ വേണ്ട. मनुष्य है तो कोई मूल्य होना चाहिए ना। പറഞ്ഞ വാക്കിന് വല്ല വിലയുണ്ടോ? जो वचन बोला उसका कोई मूल्य नहीं। അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, നിനക്ക് സമയം ഇതുവരെ തീർന്നിട്ടില്ല, ഇനി വേണമെങ്കിലും അവരെ കൊല്ലാം. इसलिए मैं अभी कहता हूँ कि अभी भी तेरा समय समाप्त नहीं हो गया, तो अभी उन्हें मार सकता है। 5ാമത്തെ വാക്യത്തിൽ 5वें आयत में, അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്ക് വശത്തിരുന്നു. इस पर योना उस नगर से निकलकर उसकी पूर्व ओर बैठ गया। അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അതിന്റെ തണലിൻ കീഴിൽ പാർത്തു. और वहाँ एक छप्पर बनाकर उसकी छाया में बैठा हुआ यह देखने लगा कि नगर का क्या होगा। അവൻ നഗരത്തിന് പുറത്ത് ചാടി. वो उस नगर का बाहर निकल गया। ഇതൊക്കെയാണെങ്കിലും ദൈവത്തിനൊരു മാനസാന്തരം ഉണ്ടായിരിക്കും. ये सब हो तो भी परमेश्वर में एक मनफिराव होगा। സോദോം ഗൊമോറയെ നശിപ്പിച്ച പോലെ മോളിൽ നിന്ന് ദൈവം വല്ലതും വന്ന് വീണുമാരെ മുഴുവൻ നശിപ്പിക്കും. जैसे सोदोम गोमोरा में ऊपर से आग उगलकर सब कुछ खत्म कर दिया, इनको भी नाश कर देगा। പക്ഷെ അതിനകത്ത് ഞാൻ പെട്ടുപോകരുത്. लेकिन उसमें मैं नहीं होना चाहिए। ലോത്ത് പുറത്തു പോയതുപോലെ അവൻ പുറത്തു പോയിരിക്കുക. जैसा लोथ बाहर गया तो ये भी नगर के बाहर जाकर നോക്കിയിരിക്കുക, ഇപ്പം തീ വരും, ഇപ്പം തീ വരും, ഇപ്പം തീ വരും. और ये ताक कर बैठा है कि अभी आग आएगा, अभी आग आएगा। അവിടെ പോയി നോക്കിയിരിക്കുക. वहां जाकर वो देख कर रहा है। ഇവന് ഈ മനുഷ്യൻ നശിക്കുന്നതിനകത്ത് യാതൊരു പ്രയാസമില്ല. और ये लोगों का नाश हो रहा है, इस पर उसका कोई भी चिंता അവിടെ नहीं। നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുമ്പോൾ അവിടെ അതിന്റെ തണലിൻ കീഴിൽ അവൻ പാർത്തു. और नगर को क्या होगा ये देखकर वो ताक कर बैठा रहा। ഈ ദൈവത്തിന്റെ കാര്യം നോക്കിയേ, ദൈവത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവേക്കാരോട് മാത്രമല്ല കരുണ. परमेश्वर को अगर देखा जाए तो केवल निनवे के लोगों के प्रति ही उसकी करुणा नहीं है। ഈ ഓടിപ്പോയി ഈ വഴക്കുണ്ടാക്കുന്ന യോനായോട് പോലും ദൈവത്തിന് കരുണ. लेकिन ये झगड़ा करने वाला, खिलाफ जाने वाले इस योना से भी परमेश्वर को दया है। 6ാമത്തെ വാക്യത്തിൽ 6वें आयत में, യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. तब यहोवा परमेश्वर ने एक रेंड का पेड़ उगाकर उसे बढ़ाया कि योना के सिर पर छाया हो, जिससे उसका दुख दूर हो। और योना उस रेंड के पेड़ के कारण बहुत ही आनंदित हो। ഈ യോന ഒരു പാവം ഒരു കണക്കിനോട് ചോദിക്കാം. यह योना एक बहुत ही एक गरीब व्यक्ति है। എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ നിലവേക്കാര് മരിക്കാതെ വന്നപ്പോഴത്തേക്ക് അവന് ഭയങ്കര ദേഷ്യം ഉണ്ടായി. क्योंकि निनवे के लोग जब नहीं मरे तो उसे बहुत गुस्सा आया। എന്നാൽ ഒരു ആവണക്കിന്റെ തണൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. लेकिन जब एक रेंड का एक पेड़ का जब उसे छाया मिला तो बहुत खुश भी हुआ। എഴുതിയിരിക്കുന്ന അത്യന്തം ചെറിയ കാര്യം മതി ഇവന് ദേഷ്യപ്പെടാനും, ചെറിയ കാര്യം മതി ഇവന് സന്തോഷിക്കണം. वहाँ लिखा है कि अत्यंत खुश हुआ, मतलब छोटी सी बात काफी है गुस्से होने के लिए भी, और छोटी सी कारण काफी है उससे आनंदित होने के लिए। അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവനൊരു പാവമാണ്. इसलिए मैंने कहा है एक साधारण व्यक्ति। പക്ഷെ വെറും പാവമായിരുന്നോണ്ട് മാത്രം കാര്യമില്ലല്ലോ. लेकिन ऐसा ही नम्र होने से भी कोई काम नहीं। ദൈവം പറയുന്ന പോലെ ജീവിച്ചല്ലേ പറ്റുള്ളൂ. ചിലർ വെറും പാവങ്ങളാ. कुछ लोग ऐसे ही है, बहुत ही नम्र, बहुत ही अच्छे लोग हैं, പക്ഷെ ദൈവത്തെ അനുസരിക്കുന്നു. लेकिन परमेश्वर की आज्ञा नहीं मानते। അത് ദൈവത്തിന് ഇഷ്ടമല്ല. ये परमेश्वर को अच्छा नहीं लगता। ദൈവം പിന്നെയും കരുണ കാണിക്കുന്നു. परमेश्वर फिर से करुणा दिखाता है। അവൻ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. तो वहाँ पर एक रेंड का पेड़ को वहाँ पर खड़ा किया, ആവണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു. और उस पेड़ की वजह से योना अत्यंत खुश हुआ। എന്നാലും അവന്റെ മനസ്സിലെ ചിന്ത മുഴുവൻ ആവണക്കിന്റെ കാര്യമല്ല, പിന്നെ നോക്കിയിരിക്കുക. लेकिन उसके मन में भी इस पेड़ के बारे में नहीं, फिर भी वो ताक रहा है നഗരത്തിന് എന്ത് ഭവിക്കാൻ പോകും? कि नगर में क्या होने वाला है। തീ വരുമാനിക്കും. अभी आग आएगा, ഇപ്പൊ തീ വരുമാനിക്കും. अब भी आग आ सकता है। അത് അവന്റെ മനസ്സിലെ ചിന്ത മുഴുവൻ. ये उसके मन की सोच है। 7ാമത്തെ വാക്യം, പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാൽ बिहान को जब पौ फटने लगी तो परमेश्वर ने एक कीड़े को भेजा, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. जिसने रेंट के पेड़ को ऐसा काटा कि वो सूख गया। അത് വാടിപ്പോയി. वो सूख गया। ഈ യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു വലിയൊരു തമാശയുണ്ട്. ये योना का किताब जब पढ़ता है तो इसमें एक ऐसा मजाक है। എന്താണെന്ന് വെച്ചാൽ എല്ലാരും ദൈവത്തെ അനുസരിക്കുന്നു. मतलब सभी लोग परमेश्वर का आज्ञा मानते हैं। യഹോവ കാറ്റിനോട് കൽപ്പിച്ചു, यहोवा ने उस आंधी से आज्ञा दिया, കാറ്റനുസരിച്ചു. वो उसने माना। യഹോവ കടലിനോട് കൽപ്പിച്ചു, उसने समुद्र को आज्ञा दी, കടൽ അനുസരിച്ചു. उसने भी उसका आज्ञा मानी। യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു, उसने मगरमच्छ को आज्ञा दी, മത്സ്യം അനുസരിച്ചു. उसने भी उसका आज्ञा माना। യഹോവ ആവണക്കിനോട് കൽപ്പിച്ചു, यहोवा ने यहाँ पर रेंट के पेड़ को आज्ञा दी, ആവണക്ക് അനുസരിച്ചു. उसने भी उसका पालन किया। യഹോവ പുഴുവിനോട് കൽപ്പിച്ചു, उसने कीड़े को आज्ञा दी, പുഴു അനുസരിച്ചു. वो कीड़े ने भी उसका आज्ञा का पालन किया। യഹോവ യോനയോട് കൽപ്പിച്ചു, यहोवा ने योनास को भी आज्ञा दिया, യോന അനുസരിച്ചില്ല. लेकिन योना ने
ने पालन नहीं किया। ബാക്കി എല്ലാം അനുസരിച്ച്, പുഴു വരെ അനുസരിച്ച്. बाकी सब लोगों ने, कीड़ा समेत सब लोगों ने उसका पालन किया, പക്ഷേ യോന അനുസരിച്ച്. लेकिन योना ने इसको नहीं माना। ലോകത്തിലുള്ള സകല മൃഗങ്ങളും സകല ജാതികളും സകല ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും എല്ലാം ദൈവത്തെ അനുസരിക്കുന്നു. संसार, उसका सारा प्रपंच, जो भी सूरज, चंद्रमा या पशु पक्षी, जो कुछ भी पेड़ पौधे, सब परमेश्वर की आज्ञा मानते हैं। മനുഷ്യൻ മാത്രം അനുസരിക്കും. केवल मनुष्य उसका आज्ञा नहीं मानता। എന്നാൽ മനുഷ്യനെയാണ് ദൈവം അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. लेकिन मनुष्य को प्रभु ने अपने स्वभाव में और अपने स्वरूप में बनाया, പക്ഷെ മനുഷ്യൻ അനുസരിക്കുന്നു. लेकिन मनुष्य उसका पालन नहीं करता। അവന് ഭയങ്കര, പിന്നെ അന്ന് ചൂട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. उस दिन फिर बहुत उसको गर्मी हुआ। എന്താ അവിടെ സംഭവിക്കുന്നത്? वहां पर क्या होता है? അവിടെ അവൻ പിന്നെയും അവൻ ക്ഷീണിച്ച് അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവന് സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. जब सूरज उगा तो परमेश्वर ने पूर्वाई बहाकर लू चलाई। വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലതെന്ന് പറഞ്ഞു. और घाम योना के सिर पर ऐसा लगा कि वह मूर्छा खाने लगा और उसने यह कहकर मृत्यु मांगी कि मेरे लिए जीवित रहने से मरना ही अच्छा है। അപ്പോൾ എനിക്കങ്ങ് ചത്താ മതി. बोलते मुझे अगर मरना है। ചില ആളുകൾ അങ്ങനെ എന്തായാലും പറഞ്ഞു എനിക്കങ്ങ് ചത്താ മതി എന്നൊക്കെ कुछ പറഞ്ഞു. लोग ऐसा लोग थे कि मुझे बस मरना है। അത്ര ഈസി ഒന്നുമല്ല മരിക്കാന്ന് പറയുന്നത്. मरना इतना आसान नहीं है। ദൈവം അതല്ല നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. परमेश्वर ये आपके बारे में नहीं ഈ चाहता। ചില്ലറ കാര്യത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ മരിച്ചാ മതി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. इन छोटी छोटी बातों के लिए केवल मुझे मर जाना है ऐसे कहने वाले പക്ഷെ അത് लोग, ദൈവനിഷേധമാണ് നമ്മൾ പറയുന്നത്. लेकिन वो परमेश्वर के खिलाफ है। യോനായോട് ദൈവം ചോദിക്കുന്ന ചോദ്യം, योना से परमेश्वर का सवाल, നീ ഈ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. तू इस रेंट के पेड़ के कारण जो भड़कता है ये क्या उचित है? അവൻ പറയാ ഞാൻ മരിച്ചാലും എന്റെ കോപം മാറുന്നില്ല. वो कहता है कि अगर मैं मर जाऊं तो भी मेरा क्रोध खत्म नहीं होगा, മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. क्योंकि मरने तक जो क्रोध है वो अच्छा है। അപ്പൊ നിന്റെ കൺസേൺ എന്താ? അതാ കർത്താവിന്റെ ചോദ്യം. तो तेरा बोझ क्या है? നിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഒരു ആവണക്ക, एक रेंट का पेड़ അല്ലെങ്കിൽ നിന്റെ ഒരു കംഫർട്ട്, നിന്റെ ഒരു കംഫർട്ട്. या फिर तेरी एक आश्वासन? ഓരോരുത്തർക്കും ഓരോന്നാണ് ആവണക്ക. हर व्यक्ति को एक एक ऐसा रेंट होता है। ചിലർക്ക് ആവണക്ക അവരുടെ ജോലിയാ, कुछ लोगों के लिए अपनी नौकरी, ചിലർക്ക് ആവണക്ക അവരുടെ വീടാ, कुछ लोगों के लिए अपना घर, ചിലർക്ക് ആവണക്ക അവരുടെ കാറാ, कुछ लोगों के लिए अपनी गाड़ी, ചിലർക്ക് ആവണക്ക അവരുടെ കുടുംബമാ, कुछ लोगों के लिए अपना परिवार, ചിലർക്ക് ആവണക്ക അവരുടെ പ്രശസ്തിയാ. कुछ लोगों के लिए अपना नाम। അത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ആദിബുദ്ധി ഇളവെന്ന് നമ്മൾ പറയുന്ന പോലെ അവർ ആകെപ്പാടെ അങ്ങ് വിഷമിച്ചു പോകും. और अगर ये नहीं मिलेगा तो पूरी तरह से वो लोग झिझक जाते हैं। ശരിയല്ല നമ്മൾ പറയുന്നത്? सही है ना मैं जो कह रहा हूँ? എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തടസ്സം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മള് ചത്താ മതി എന്നൊക്കെ പറഞ്ഞു. किसी भी एक चीज में अगर कोई रुकावट आ जाती है, कोई बाधा आ जाती है, तो हम जल्दी से कहते हैं कि बस मुझे मरना है। കർത്താവ് ചോദിക്കുക നിന്റെ കൺസേൺ എന്താ? परमेश्वर पूछता है कि तेरी बोझ, तेरी चिंता क्या है? ആവണക്ക का पेड़, എനിക്ക് ഇന്നലെ തണലുണ്ടായിരുന്നു, कल मेरे लिए छाव था, പക്ഷെ ഇന്നിപ്പോ തണലില്ല. आज छाव नहीं है, ഞാൻ മരിച്ചാ മതി. मुझे मरना है। നീ എന്തോ കാണിക്കുന്നത്? तू क्या कर रहा है? എന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെയാ കാണിക്കുന്നത്? मेरे जीवन में तू क्या कुछ करता है? കർത്താവ് ചോദിച്ചു നിനക്ക് ഇത്രയും ദേഷ്യമാണോ ഈ ആവണക്ക് പോയപ്പോഴത്തേക്ക്? परमेश्वर ने पूछा कि ये रेंट का पेड़ सूखने से तू इतना क्रोधित होता है? അപ്പൊ നിന്റെ കംഫർട്ട്സ് ആണ് നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. तो तेरी जो आश्वासन की वस्तु है ये तेरे लिए सबसे समस्या പക്ഷെ है। എന്റെ കൺസേൺ എന്ന് പറയുന്നത് ആവണക്കല്ല. लेकिन मेरी जो चिंता है वो ये रेंट का पेड़ नहीं है। എന്താണ് എന്റെ കൺസേൺ? मेरी चिंता क्या है? അതാണ് എന്റെ അവസാനത്തെ വാക്യം. आखिरी आयत 11वां आयत, അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ, വേഴ്സ് 10, അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ഈ ആവണത്തിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. 10वां आयत, तब यहोवा ने कहा जिस रेंट के पेड़ के लिए तूने कुछ परिश्रम नहीं किया न उसको बढ़ाया, जो एक ही रात में हुआ और एक ही रात में नाश भी हुआ, उस पर तू इतना तरस खाई है। ഞാൻ ഇന്നലെ നിനക്ക് ഈ തണല് തന്നു, ഇന്ന് തണലിങ് എടുത്തു. मैं कल तुझे ये छाया दिया और आज ये छाया को तूने वापस അത് लिया। നീ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. ये तूने तो बनाया नहीं है, ഈ ആവണക്ക് നീ ഉണ്ടാക്കിയതല്ല. ये रेंट का पेड़ तूने नहीं ഞാൻ पौधा, തന്നു, मैंने दिया, ഞാൻ എടുത്തു. मैंने लिया। അതിനുവേണ്ടി നീ ഇത്രയും കോപിക്കുന്നതിന്റെ കാര്യം എന്താ? अब इसके लिए तू इतना क्रोधित क्यों है? മരണപര്യന്തം കോപിക്കുന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്തോ? और मरने तक क्रोधित रहूंगा ये सब कहने का कारण क्या है? നിന്റെ മനസ്സ് മുഴുവൻ ഈ കംഫർട്ട് മാത്രമേ ഉള്ളൂ. मतलब तेरे मन में केवल ये आश्वासन की बातें हैं, എന്നാൽ എന്റെ മനസ്സിൽ വേറൊന്നും. लेकिन मेरा मन में कुछ और है। എന്താണ് എന്റെ മനസ്സിൽ? मेरे मन में क्या है? എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് പറഞ്ഞു. फिर यह बड़ा नगर निनवे जिसमें 1,20,000 से अधिक मनुष्य है, जो अपने दाहिने बाई हाथों के भेद नहीं पहचानते और बहुत घरेलू पशु भी उसमें रहते हैं,
तो क्या मैं उस पर तरस न खाऊं? നിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഒരു ആവണക്ക, तेरी चिंता एक रेत का पेड़ है നിന്റെ കംഫർട്ട്സ് ആണ്. और तेरी आश्वासन की बातें പക്ഷെ हैं, എന്റെ കൺസേൺ लेकिन मेरा चिंता ഈ മഹാനഗരം, ये महानगर ഈ നഗരത്തിന്റെ പ്രത്യേകത എന്താണ്? और इस नगर की खासियत क्या है? 1,20,000 ജനങ്ങൾ. 1,20,000 लोग അവരുടെ പ്രത്യേകത എന്താണ്? और उनकी खासियत क्या है? ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയത്തില്ല. अपनी दाई और बाएं हाथ के बीच में भी वो भेद नहीं ഇടം जानते. കൈയും വലം കൈയും തിരിച്ചറിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി ഇടത്തെ കൈ ഏതാ വലത്തെ കൈ ഏതാന്ന് അറിയത്തില്ലെന്നല്ല എന്റെ അർത്ഥം. दाहिने और बाइने हाथ न जानने का मतलब ये नहीं कि वो अपने दाहिने और बाइने हाथ को नहीं जानते. അവിടെ ഉദ്ദേശിക്കുന്നത് ഇവര് മോറലി ഇഗ്നറന്റ് ആണെന്നുള്ളതാണ്. उनका मतलब है नैतिकता में वो लोग बिल्कुल अनजान थे. അവർക്ക് സത്യം എന്താണ്, നന്മ എന്താണ്, ദൈവികത എന്താണ് എന്നൊന്നും അറിയില്ല. सच क्या है, परमेश्वर क्या है, भलाई क्या है, ऐसी कोई भी बात या ऐसी कोई नैतिक बात है उन्हें बिल्कुल उनसे अनजान थी. അങ്ങനെയുള്ള ജനങ്ങൾ ഇവർ തെറ്റ് ചെയ്തു, ഇവർ പാപം ചെയ്തതല്ല നീ പറയുന്നത്, ഇവരെല്ലാം പാപികൾ, അവരുടെ ദുഷ്ടതയെല്ലാം എന്റെ മുമ്പിൽ വന്നു. ये सब गलत किया, इन्होंने पाप किया, इनकी दुष्टता मेरे सामने तक आई, ये सारी बातें हैं. പക്ഷെ അവർ ഈ ദുഷ്ടതയിലൊക്കെ പ്രവർത്തിക്കാനുള്ള കാര്യം എന്താ? लेकिन ये दुष्टता करने का कारण क्या है? അവർക്ക് ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയില്ല. उन्हें अपने दाएं और बाएं हाथ के बीच में भेद नहीं അവർ पता. പലരും ഇതൊക്കെ ചെയ്തത് ഇത് ശരിയാണെന്ന് വെച്ചാണ്. उनमें से कई लोगों ने ये इसलिए किया क्योंकि उनकी सोच में ये सही था. ഞാൻ ആഫ്രിക്കയിലെ മൊറംബാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് अफ्रीका में मोरम्बारा नामक एक जगह में ഒരു വില്ലേജ് एक ग्राम है 200 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ടാർ റോഡ് പോലും ഇല്ല. और 20 किलोमीटर की दूरी पर कोई टार रोड भी नहीं है. അത്രയ്ക്കും ഒരു ഗ്രാമമാണ്. उतना एक ग्राम है. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അവിടെയുള്ള പാസ്റ്റേഴ്സിനെ ചെറിയ ചെറിയ സഭകളാണ്, എല്ലാം 10 പേര് 12 പേരൊക്കെ വെച്ചുള്ള സഭകളാണ് അവിടുത്തെ പാസ്റ്റേഴ്സ്. तो वहाँ पे छोटी छोटी कलीसियां थी, 10 लोग 12 लोग होते हैं, ऐसे वहाँ के पासवान लोग हैं. അതും അങ്ങനെ ഈ പറയുന്നത് പോലെ വലിയ ആത്മീയ കാഴ്ചപ്പാടൊന്നുമുള്ള സഭകളൊന്നും അല്ല. और ऐसी भी वो कलीसिया नहीं जिसमें बहुत ज्यादा आत्मिक विजन हो. അപ്പൊ അങ്ങനെയുള്ളവരുടെ അവിടുത്തെ പാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ ഒരു ക്ലാസ് എടുക്കുകയാണ്. तो उन पासवानों के लिए मैं वहाँ पर एक क्लास ले रहा था. 3 ദിവസത്തെ ക്ലാസ്. 3 दिन का क्लास. അപ്പൊ രണ്ടാമത്തെ ദിവസം ഒരു പാസ്റ്റർ എടുത്തു വന്നു. तो दूसरे दिन एक पासवान मेरे पास आकर बोले. മിഷണറി ഞാൻ 89 മുതൽ പാസ്റ്റർ. मिशनरी में 79 से लेकर मैं पास्टर हूँ. അവരൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെയാണ്, അതിന്റെ കൂട്ടത്തിൽ പാസ്റ്ററുമാണ്. वो सब लोग खेती बाड़ी करते हैं, उसके साथ साथ पासवान भी हैं. കാര്യം അതാണ് അവിടുത്തെ ഒരു നല്ല കാര്യം. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തുനിന്നും വന്നൊന്നും അവിടെ നിന്നും ആരും താമസിക്കത്തുമില്ല, അങ്ങനെയുള്ള ആളുകൾ അവിടെ കിട്ടത്തുമില്ല. बाहर से आकर कोई वहाँ रहता भी नहीं है और वैसे लोग वहाँ मिलते भी नहीं. അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. तो वही सभी लोग ऐसा ही है. അദ്ദേഹം പറഞ്ഞു 89 മുതൽ ഞാൻ പാസ്റ്ററാണ്. उन्होंने कहा कि 89 से लेकर मैं यहाँ पर एक पासवान പക്ഷെ മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കിയെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. हूँ. लेकिन जो पियक्कड़ है वो स्वर्ग राज्य में प्रवेश नहीं करेगा, ये मैंने पहले बार सुना. സത്യമായിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞതാ, അദ്ദേഹം മനസ്സിൽ നിന്ന് പറഞ്ഞതാ. सच से उसके मन से उसने मुझसे ये बात കാര്യം करी, ഇദ്ദേഹം മദ്യപിക്കും. क्योंकि ये दारू पीता है. ഞാൻ ചോദിച്ചു നിന്റെ ഈ വേദോസമില്ലേ? मैंने कहा तेरे हाथ में क्या पवित्र शास्त्र नहीं है? ഉടനെ അവൻ പറഞ്ഞു ഒരു ബൈബിളുണ്ട്, പക്ഷെ പോർച്ചുഗീസ് ബൈബിളാണ്, എന്റെ ഭാഷ ചിച്ചാവായ, എനിക്കത് വായിച്ചാൽ മനസ്സിലാവും. उसने कहा एक बाइबल है, वो पोर्चुगीज है, लेकिन मेरी भाषा चिच्चा वहाँ है, वो मैं पढ़ने से समझ नहीं आता. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവൻ പാവം ചെയ്യുന്നത് അവൻ അറിയാൻ വയ്യാത്തതുകൊണ്ട്. तो मैं समझ गया कि ये जो पाप करता हूँ इसलिए क्योंकि इसे अनजान है ഇത് തെറ്റാണെന്ന് അവനോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. और ये गलत है, ये किसी ने उसे बताया नहीं പുറത്ത് അങ്ങ് പോയി പറഞ്ഞ് പഠിച്ചിട്ടില്ല. और बाहर जाकर कुछ ऐसा पढ़ा नहीं. അപ്പൊ ആദ്യം എനിക്ക് ചില ദേഷ്യം തോന്നി. तो पहले मुझे थोड़ा क्रोध आया. ഇവൻ എന്തോന്ന് പാസ്റ്റർ മദ്യപാനി പാസ്റ്ററാന്ന് പറഞ്ഞു നടക്കുന്നു. कैसा पासवान है, पियक्कड़ पासवान है, बोलकर चलता है. എന്റെ കർത്താവ് എന്നോട് ചോദിച്ചു, परमेश्वर ने मुझसे पूछा നീ എവിടെയാണ് ഇത്രയും നാളൊന്ന് പറഞ്ഞു കൊടുക്കാൻ? तू किधर था इतने साल इसको बता के नहीं दिया? അവനറിയത്തില്ല. क्योंकि वो नहीं जानता. നിന്നെ പോലുള്ള വന്നില്ലല്ലോ ഇവിടെ. तेरे जैसा व्यक्ति यहाँ नहीं आया. വരുന്നവരും സിറ്റിക്കകത്ത് വന്നിട്ട് പോകുന്നല്ലോ, ഈ വില്ലേജിൽ ആരാണ്ട് പോകും. जो आता है वो भी नगर में आकर चला जाता है, इस ग्राम में कोई नहीं आता. അവരുടെ പ്രശ്നം അവർക്ക് ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. उनकी समस्या वो दाएं और बाएं हाथ को भेद नहीं जानते हैं. അവനത് അങ്ങ് വിശ്വസിക്കുകയാണ് പല കാര്യം. क्योंकि कई बातों को वो जो विश्वास कर लेते हैं. ഞാൻ വേറൊരു പയ്യനോട് സുവിശേഷം പറഞ്ഞവൻ അക്സെപ്റ്റ് ചെയ്തു. दूसरा एक व्यक्ति को, एक ऐसे नौजवान को मैंने सुसमाचार सुनाया, उसने स्वीकार किया. അവന് ചർച്ചിൽ വന്നോണ്ടിരുന്നു. वो कलीसिया में आता था. അപ്പം കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ അവനെ കാണാൻ ചെല്ലുമ്പോൾ कुछ समय के बाद जब मैं उससे मिलने गया, അവൻ എൻ്റെ അടുത്ത് വന്നു. वो मेरे पास आया. അവൻ പറഞ്ഞു എൻ്റെ കാലിന് ഭയങ്കര വേദനയായി, ഞാൻ രക്ഷിക്കപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ കാലിന് ഭയങ്കര വേദനയായി. उसने कहा कि मेरे पाँव में बहुत दर्द है, जब से मैंने उद्धार पाया है तब से लेकर मेरे पाँव में बहुत दर्द है. അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടാ ഇത് നിന്റെ വല്യപ്പച്ചൻ, മരിച്ചുപോയ വല്യപ്പൻ പിണങ്ങിയിരിക്കുക, നീ ഇങ്ങനെ പോയതുകൊണ്ട്. तो मेरे मित्रों ने कहा कि तेरा तो दादा है, जो परदादा जो मर गया है, वो क्योंकि तू इस मार्ग को स्वीकार किया है इसलिए वो तुझसे नाराज है. അത് ശരിയായിരിക്കും. क्या ये सही है?
കാര്യം അവനിത് അറിയില്ല അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത്. क्योंकि वो नहीं जानता कि ऐसा कुछ नहीं है, കാര്യം അവൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, അവനിതൊന്നും പഠിപ്പിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സഭയില്ല. क्योंकि उसने उद्धार पाया है, लेकिन इन बातों को सिखाने के लिए वहाँ कोई कलीसिया नहीं है. മിക്കവരുടെ കയ്യിലും വേദപുസ്തകം ഇല്ല. कई लोगों के हाथ में बाइबल नहीं है. വേദപുസ്തകം ഇല്ലാത്തവൻ എങ്ങനെയാണ് സത്യം എന്താണ്, നന്മ എന്താണ്, ജീവിതം എന്താണ്, ആത്മീയ ജീവിതം എന്താണെന്നൊക്കെ അറിയുന്നത്? और जिनके पास बाइबल नहीं है, वो सच्चाई क्या है, आत्मिक जीवन क्या है, गलत क्या है, सही क्या है, कैसे मालूम होगा? നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ हमारे भारत में भी എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾ അജ്ഞത കൊണ്ട് പാപം ചെയ്യുന്നു. कितने ऐसी जगह हैं जहाँ पर अनजान लोग जो है वो पाप कर लेते हैं. ഞാൻ പ്രാവശ്യം ഈ നർമ്മദയുടെയും തവാ നദിയുടെയും കൂടെ സംഗമ സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. नर्मदा और तवा नदी का जो संगम होता है वहाँ पर मैं था. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആളുകളുടെ ഇവരെ വലിച്ചു പൊക്കുന്നു, പിന്നെയും കിടക്കുന്നു, പിന്നെ ഇവരെ വലിച്ചു പൊക്കുന്നു, പിന്നെയും കിടക്കുന്നു, ഇവര് കരച്ചിലാണ്. तो मैंने देखा कि एक स्त्री वहाँ पर लेटी हुई थी और लोग इसे उठाते हैं, फिर नीचे रखते हैं, फिर उठाते हैं, फिर रखते हैं, और ये स्त्री जो है वो रोती है. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇവരുടെ ഒരു വിശ്വാസമുണ്ട്, കിടന്ന് അളന്ന് സ്കെയിലിംഗ് ദംസെൽസ്, അവര് അളന്നളന്ന് ചെന്ന് അവരുടെ വീട് എവിടാണോ അവിടെ മുതൽ ഈ സംഗമസ്ഥാനം വരെ അളന്ന് ചെന്ന്, അതായത് അളക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കിടക്കുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പിന്നെയും കിടക്കുക, പിന്നെയും എഴുന്നേറ്റ് പിന്നെയും കിടക്കുക, അങ്ങനെ അളന്നളന്ന് ചെന്ന് ഈ സംഗമസ്ഥാനത്ത് കൈ പുണ്യം കിട്ടുമെന്നാണ് അവരുടെ ചിന്ത. അവർ സ്വർഗത്തിൽ പോകുന്നവർ. जब मैंने इसके बारे में पूछताछ की तो वहाँ ये पता चला कि इनका घर जहाँ है वहाँ से ये संगम के स्थल तक इसको माप कर, मतलब वो को गिराना, नीचे रखना है, फिर उठाना है, नीचे रखना है, ऐसे उनको माप कर कर अगर उस संगम स्थान पर जाकर वो अपने हाथ रखे तो उसका लिए वो पुण्य की बात है और वो स्वर्ग पहुँचेंगे. കിലോമീറ്ററുകൾ അവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എണീക്കാനുള്ള ബലമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. और जब कई किलोमीटर ऐसे वो ऐसा किया तो उन्हें वो उठ भी नहीं सकती थी. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള അവരുടെ ഹിന്ദു വിശ്വാസികളെല്ലാം കൂടെ ഇവരെ സഹായിക്കുകയാണ്. ഇവരങ്ങ് കിടക്കും, കിടന്നിട്ട് ഇവർക്ക് എണീക്കാൻ വയ്യ, പിന്നെ ഇവരെ വലിച്ചു പോക്കും, എന്നിട്ട് പിന്നെയും വലിച്ചുകൊണ്ട് അവരുടെ കൈ എവിടം വരെ പോയോ അവിടം വരെ കൊണ്ടുപോകും, പിന്നെയും കിടക്കും, ഇവര് കരച്ചിലാണ്. तो इसलिए क्योंकि वो थक चुकी थी इतना करने के बाद, तो साथ में जो और हिंदू लोग थे इनको मदद करने के लिए जब ये लेटती है, ये उठ नहीं सकती, फिर इसे खींचकर उठाते हैं और जहाँ तक उसका हाथ था वहाँ फिर लाकर उसे खड़ा कर उसे वहाँ रखते हैं. എന്താണെന്നറിയാമോ? അവർക്ക് ഇടങ്കൈ അവർ ചിന്തിക്കുന്ന ഇതാണ് മോക്ഷം പ്രാപിക്കാനുള്ള മാർഗം. क्योंकि वो सोचते हैं कि मोक्ष मिलने, रक्षा मिलने का मार्ग यही है. അവർക്ക് അറിയില്ല, वो नहीं जानते, ആരും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. और किसी ने कभी उन्हें समझाया नहीं. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള അജ്ഞരായ ആളുകൾ. नॉर्थ इंडिया में कई ऐसे जगह हैं जहाँ पर ऐसे कई अज्ञान लोग हैं. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് കേരളത്തിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. और मैं बहुत ही अच्छे से आश्वासन के साथ केरला में सेवकाई करने वाला एक व्यक्ति था. ആൾക്കാരൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. മിനിസ്റ്ററി ഞാൻ എവിടെയെങ്കിലും ബൈബിൾ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരുന്ന ഒരു സമയം. और लोगों को मेरे से एक प्रीति थी, मैं बाइबल क्लास लेता था और एक अच्छा एक समय था. ആ സമയത്താണ് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകും. और बीच बीच में नॉर्थ इंडिया में भी जाया करता था. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ लेकिन नॉर्थ इंडिया में ऐसी जो बातों को मैंने देखा, ദൈവം എന്നോട് പറഞ്ഞു, परमेश्वर ने मुझसे നീ कहा, വളരെ കംഫർട്ടബിൾ ആയിട്ട് കേരളത്തിൽ മിനിസ്റ്റർ ചെയ്യുക. तू अपने आश्वासन में एक स्वस्थ होकर वहाँ पर तू केरला में सेवकाई करता है. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് ഇതൊന്നും അറിയാൻ വയ്യാത്ത ധാരാളം ആളുകൾ ഉണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കണം. लेकिन भारत की दूसरी एक प्रांत में ऐसे ये कुछ भी ना जानते ऐसे अनजान कई लोग हैं. They are morally ignorant. और वो नैतिक तौर पर वो बहुत ही अज्ञात है. അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത് നിന്റെ ഉദ്ദേശമാണ്, നിന്റെ ലക്ഷ്യമാണ്. और उन लोगों को ज्ञान बताना, बांटना ये तेरा उद्देश्य है. കാരണം അവർ നരകത്തിൽ പോകാൻ പാടില്ല, क्योंकि वो नरक में नहीं जाना അവർ चाहिए, നശിച്ചു പോകാൻ പാടില്ല. उनका नाश नहीं होना चाहिए. അവർക്ക് ഇടങ്കയും വലങ്കയും തിരിച്ചറിയില്ല. ഹല്ലേലൂയ. हालेलुया. ഞാൻ നോർത്ത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോയി എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പലർക്കും യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. नॉर्थ इंडिया में कई जगहों पर मैं गया और मैं आश्चर्यचकित रह चुका हूँ, क्योंकि कई लोगों को यीशु के बारे में कुछ भी नहीं पता. ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനല്ല, ചില സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ ഉണ്ട്. कुछ जगहों में ऐसा नहीं है, यीशु के बारे में थोड़ा बहुत जानकारी रखने वाले लोग ചില हैं. സ്ഥലങ്ങളിലൊന്നും അറിയില്ല. लेकिन किन किन ऐसी जगहों में बिल्कुल भी नहीं जानते. ഞാൻ മധ്യപ്രദേശിലെ ദമോ എന്ന് പറയുന്ന സ്ഥലത്ത് मध्य प्रदेश में दमोह नामक जगह है. 20 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. 20 साल पहले की बात है. ഞാൻ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് ഈ ലോക്കൽ തബല ഉണ്ടാക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. मैं वहाँ जाकर वहाँ पर मृदंग बनाने वाला लोग थे. അവരോട് ഞാൻ ചോദിച്ചു, "നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ?" मैंने उसको पूछा, क्या तू यीशु को जानता है? അങ്ങനെ സാർ. मैं बोला, नहीं मालूम, खरीद. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ള ടൗണിലുണ്ട്. तो मैंने मिशनरी भाइयों से पूछा, यहाँ से टाउन तो केवल 5 किलोमीटर അതൊക്കെ ഒരു പള്ളിയുണ്ട്. और वहाँ पर एक कलीसिया भी है. ഇവൻ ഇതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ये अभी तक इसने सुना भी नहीं. ഞാനോട് പിന്നെയും ചോദിച്ചു,
നീ സത്യം പറ, നിനക്കറിയത്തില്ല. मैंने उससे फिर पूछा तो सच बता, क्या तू नहीं जानता? അവൻ എന്നെ നോക്കിയിട്ടുണ്ട്, സാറേ ഞാൻ എങ്ങനെ കള്ളം പറയുന്നത്, ഞാൻ എന്നെ കള്ളം പറയുന്നതാണ്. तो उसने मुझे देखकर कहा मैं झूठ क्यों बोलूं, मैं ऐसे झूठ बोलने वाला व्यक्ति नहीं हूं, എനിക്കറിയില്ല. मैं नहीं जानता. എന്റെ ചിന്ത അയാൾ ഈ വില്ലേജിലല്ല താമസിക്കുന്നത്. मेरा सोच है कि वो यहाँ पर इस ग्राम में नहीं रहता. അവൻ ചിന്തിച്ചത് ഞാൻ ഗവൺമെന്റിൽ നിന്നാണ് ചെന്നതാണ്, അവിടെയുള്ള ആരാണ് തിരക്കി ചെന്നതാണ്. और उसने सोचा कि मैं किसी गवर्नमेंट कार्यालय से वहाँ पहुंचा हूँ और किसी व्यक्ति के बारे में पूछताछ कर रहा हूँ, കാര്യം അവൻ അറിയത്തില്ല. क्योंकि वो नहीं जानता. അവൻ യേശുവിനെ അറിയാൻ വയ്യാത്ത ഒരാള് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് കൺസേൺ ഇല്ലെങ്കിലും ദൈവത്തിന് കൺസേൺ. यीशु को बिल्कुल भी वो नहीं जानता, ऐसे एक व्यक्ति के बारे में मेरी कोई चिंता नहीं है, लेकिन परमेश्वर उसके बारे में चिंतित है. കാര്യം അവനെ കുറിച്ച് അതാണ് കർത്താവ് പറയുന്നത്, ഈ നിലവിലെ ജനങ്ങൾക്ക് ഇടം കൈയും വലം കൈയും തിരിച്ചറിയില്ല. यही परमेश्वर यहाँ कहता है कि निनवे के ये लोग जो दाएं बाएं हाथ के बीच में भेद नहीं जानते. ഹല്ലേലൂയ. അവനെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര കൺസേൺ ഉണ്ട്. उन लोगों के प्रति परमेश्वर को बहुत ही चिंता है. ഞങ്ങളുടെ ഒരു മിഷണറി അവിടെ അതിലോടാ എന്ന് പറയുന്ന ഒരു വില്ലേജില് പോയി ക്ലാസ് ഒക്കെ എടുത്തു. हमारे एक मिशनरी वहाँ पर അതിലോടാ ഒരു ഗ്രാമം, वहाँ एक ग्राम है, वहाँ जाकर वो क्लास लेता था. അപ്പൊ അത് ഒത്തിരി ഇന്റീരിയർ ഒത്തിരി മരത്തിലാണ്. और बहुत ही भीतर है, जंगल के अंदर है. അപ്പം പോവും അവന്റെ ഭാര്യയും കൂടെ സ്കൂട്ടറെ വെച്ചോണ്ടാ പോകും. वो जब जाता है तो अपनी पत्नी को भी स्कूटर में ले जाता है. അപ്പൊ അതിന്റെ വാലിയിലുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചെന്നിട്ട് ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? तो वहाँ पर उसके नजदीक एक जगह पे जाकर मैंने पूछा क्या तू यीशु को जानता है? അവൻ പറഞ്ഞു അറിയാമോ. बोला हाँ जानता हूँ. ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാം? बोला कैसे जानता है? ഞാൻ എപ്പോഴും കാണുന്നല്ലേ പുള്ളി സ്കൂട്ടറെ ഭാര്യയും വെച്ചോണ്ട് പോകുന്നത്. मैं रोज उसे देखता हूँ, वो स्कूटर में अपनी पत्नी को लेकर रखकर जाता है. അവൻ ചിന്തിച്ചു അതാ യേശു വന്നത്. मैंने सोचा ये यीशु है. അവൻ പാപം ചെയ്താൽ നമ്മൾ എങ്ങനെ അവനെ കുറ്റം പറയും? वो पाप, ऐसा व्यक्ति अगर पाप करे तो हम कैसे उसको दोषी ठहराएं? കാര്യം നമ്മൾ അവന്റെ അടുത്ത് പോയി ഇത് പഠിപ്പിച്ചിട്ടില്ല. क्योंकि हम उसके पास जाकर ये नहीं सिखाए. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്റെ കൺസേൺ എന്ന് പറയുന്നത് ഇടം കൈ വലം കൈ തിരിച്ചറിയാൻ വയ്യാത്ത ജനങ്ങളാണ്. इसलिए परमेश्वर कहता है कि मेरी चिंता है कि ये लोग जो है दाएं बाएं हाथ के बीच में एक भेद नहीं जानते. ആഫ്രിക്കയിലൊക്കെ ഈ ബ്ലാക്ക് മാജിക്കും മറ്റും അങ്ങനെ ഒരു വല്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. अफ्रीका में वगैरह काला जादू, ऐसी कई जादू टोना, इन चीजों में जीने वाले लोग हैं. അവർക്ക് യേശുവിനെ അറിയില്ല. वो यीशु को नहीं जानते. അവര് പാപം ചെയ്യുന്നെങ്കിലും അവര് പാപമാണെന്ന് പോലും അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. वो अगर पाप करते भी हैं तो ये नहीं जानते कि जो वो कर रहे हैं वो पाप है. ഭയങ്കര ബ്ലാക്ക് മജീഷ്യൻസ് അവിടെ ഉണ്ട്. बहुत ही एक काला जादू करने वाले लोग. അവന്മാരൊക്കെ എന്തൊക്കെ കാണിക്കുന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവിടെ ഉള്ളവർക്ക് ഇതെല്ലാം ഭയങ്കര വിശ്വാസമാണ്. मुझे ये तो विश्वास नहीं है, लेकिन वहाँ जो लोग हैं वो लोग इन सब बातों में विश्वास करते हैं. അവരിൽ നിന്നൊരു മോചനം ഭയങ്കര പ്രശ്നമാണ്. ഇവർക്ക് ഇതിനകത്തൊന്ന് വിടുതൽ അവർക്ക് ഭയങ്കര പേടിയാണ്. और इनमें से जो बाहर निकलना, इसके एक रक्षा मिलना बहुत मुश्किल है, क्योंकि वो इन लोगों से बहुत डरते हैं. ബ്ലാക്ക് മജീഷ്യൻസിനെ ഭയങ്കര പേടിയാവും. काला जादू करने वालों से बहुत डरते हैं. അത് അവന്മാർ ചെയ്താൽ അതുപോലെ ഭരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ അവർ പറയുന്നു. और वो लोग अगर करेंगे तो बिल्कुल वैसा ही होगा, ऐसा सब वो कहते हैं. मैं नहीं जानता. ഈ നമ്മുടെ വിശ്വാസികൾക്കും പേടിയാണ്. और हमारे विश्वासी लोगों को भी डर लगता है. സത്യം പറഞ്ഞാൽ ചില പാസ്റ്റർമാർക്കും പേടിയാണ്. और अगर सच कहूं तो कुछ पासवान लोग भी डरते हैं. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരെ എല്ലാം വെല്ലുവിളിച്ച് സംസാരിക്കും. तो मैं वहां जाकर सभी लोगों को चुनौती देकर बात करता हूं. മറ്റൊന്നുമല്ല, ഇവരെ ഈ ഭീതിയിൽ നിന്നൊന്ന് മാറ്റാനായി. किसी और चीज के लिए नहीं, केवल इन लोगों को इस डर से बाहर निकालने के നമ്മൾ ഇന്ത്യയിൽ ഒരു മിഷണറി വന്നിട്ടുണ്ട്, നിങ്ങൾ അവരോട് എന്നിട്ട് പറ എനിക്കെതിരെ ഏറ്റവും വലിയ മന്ത്രവാദം ചെയ്യാൻ. और मैं कहता हूं कि उन लोगों से जाके कहे कि इंडिया से एक मिशनरी आया हुआ है और उसके खिलाफ जितना बड़ा तू जादू टोना कर सकता है तो वो कर. എനിക്കൊന്നും പറ്റത്തില്ല, കാര്യം ഞാനൊരു ദൈവവേദനാണ്. मुझे कुछ नहीं होगा क्योंकि मैं परमेश्वर का दास हूं. എന്നിട്ട് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. और बिल्कुल वैसा ही आप लोग भी है, आप परमेश्वर के लोग हैं, आपके खिलाफ कोई भी कुछ नहीं कर सकता. ഹല്ലേലൂയ. വലിയ കമ്പനികൾ പോലും ഈ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ട്. और बड़े-बड़े कंपनियां भी इस काला जादू में विश्वास करती हैं. ഞാൻ ഒരിക്കലും ഒരു കാഷ്യൂ ഫാക്ടറിയിലവിടെ ചെന്നു. मैं एक बड़े एक कैशू फैक्ट्री में वहां पहुंचा. അവിടെ ചെന്നപ്പോൾ 2-3 കോഴി ഇങ്ങനെ വളരെ കൂളായിട്ട് അതിലെ നടക്കുന്നു. तो वहां पर 2-3 जो मुर्गी है वहां से यहाँ वहां से चल रही ഞാൻ है. ചോദിച്ചു ഇതെന്തോ ഈ കമ്പനിക്കകത്തുള്ള ഇത് വലിയ കൂളായിട്ട് നടക്കുന്നത്? तो मैंने पूछा है कि कंपनी के अंदर ये क्यों है? ഉടനെ പറഞ്ഞു അത് മന്ത്രവാദം ചെയ്ത കോഴിയാണ്. तो बोला कि नहीं, उसके ऊपर जादू टोना किया हुआ है, ഓരോരുത്തരും ഇതിനെ പിടിക്കത്തില്ല. तो इसको कोई नहीं पकड़ेगा. ആരെങ്കിലും ഇതിനെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവന്റെ വയറ് പൊട്ടി മരിക്കും. कोई अगर उसको पकड़कर खाए तो उसका पेट फटकर मर जाएगा. ഞാൻ ചോദിച്ചു ആരാ ഇത് മന്ത്രവാദം ചെയ്യിച്ചത്? मैंने पूछा किसने ये किया അത് है? കമ്പനി ചെയ്യിച്ചത്. वो कंपनी ने किया है. അപ്പൊ കമ്പനിക്കാർക്ക് വരെ ഇതൊന്ന് വിശ്വാസമാണ്. कंपनी के लोगों को भी इस पर विश्वास है. ഞാൻ തമാശക്ക് പറയുന്നതല്ല,
ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ വയ്യാത്ത ജനങ്ങൾ. मैं मजाक के लिए नहीं कहता, मैं कहने का तात्पर्य अपने दाहिने और बाईं हाथ के बीच में भेद न जानने वाले ऐसे लोग, അവരെ കുറിച്ചാണ് ദൈവത്തിന്റെ കൺസേൺ. और उनके बारे में परमेश्वर को चिंता है। നമ്മുടെ കൺസേൺ നമ്മുടെ കംഫർട്ട്സ് ആണ്. और हमारी चिंता जो है वो हमारा आश्वासन है। നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് എനിക്ക് ഒരു ഇൻക്രിമെന്റ് കൂടെ കിട്ടണം, ഒരു പ്രൊമോഷൻ കൂടെ കിട്ടണം, ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. हम हमेशा सोचते हैं कि हमें और एक तनख्वाह में बढ़ोतरी चाहिए या फिर हमें और एक तरक्की चाहिए, यही हमारी सोच है। അതേ ഉള്ളൂ നമ്മുടെ മനസ്സിലെ കൺസേൺ. हमारे मन में इतना चिंता है നമ്മുടെ കംഫർട്ട്സ് ഒന്നും പോകാൻ പാടില്ല. और हमारी कोई भी विश्राम की वस्तुएं नहीं जानी പക്ഷെ चाहिए। ദൈവത്തിന്റെ കൺസേൺ അതല്ല. लेकिन परमेश्वर का चिंता वो नहीं ഇടം है। കൈയും വലം കൈയും തിരിച്ചറിയാൻ വയ്യാത്ത ജനങ്ങൾ. दाहिने और बाएं हाथ में भेद नहीं जानने वाले लोग। നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ തന്നെ എത്രയോ പേര് പാപത്തെ കുറിച്ച് ബോധ്യമില്ലാത്ത, യേശുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു. हमारे चारों ओर हमारे साथ काम करने वाले कितने लोग अपने पाप के बारे में बिल्कुल जानकारी न रखते हुए जीने वाले ऐसे सैकड़ों लोग हैं। നമ്മുടെ കമ്പനിയിൽ എത്രയോ ആളുകൾ യേശുവിനെ അറിയാൻ വയ്യാത്ത. हमारे दफ्तरों में ऐसे कितने लोग हैं जो यीशु मसीह को नहीं जानते। ഒരു പക്ഷേ ഇന്ത്യക്കാരായിരിക്കും, ബംഗ്ലാദേശികളായിരിക്കും, അല്ലെങ്കിൽ ശ്രീലങ്കൻസ് ആയിരിക്കും, മലയാളി ആയിരിക്കും. മലയാളി ആയതുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല. യേശുവിനെ അറിയാൻ വയ്യായെങ്കിൽ ആരാണെങ്കിലും നരകത്തിലെ പോകും. वो इंडिया का हो सकता है या फिर वो बांग्लादेश का हो सकता है, श्रीलंका का हो सकता है, किसी भी राज्य का हो सकता है, मलयाली भी हो सकता है। वो मलयाली है इसलिए ऐसा नहीं कि वो स्वर्ग में जाएगा, वो भी स्वर्ग में नहीं जाएगा अगर यीशु को नहीं जानता है तो। ഹല്ലേലൂയ. യേശുവിനെ അറിയാൻ വയ്യാത്ത, यीशु मसीह को नहीं जानते, അവരെ കുറിച്ചുള്ള കരുതൽ, അവരെ കുറിച്ചുള്ള വലിയ ഒരു ഭാരം എന്റെ ഹൃദയത്തിലുണ്ട്. उनके बारे में एक बोझ मेरे मन में आता है। അവർ നഷ്ടപ്പെട്ടു പോകാനല്ല, उनका नाश हो इसलिए नहीं। ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. परमेश्वर वो नहीं चाहता, ഒരു വ്യക്തിയും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. कोई भी व्यक्ति का नाश हो ये प्रभु नहीं चाहता। ദൈവം ആരെയും നരകത്തിൽ തള്ളിയിടാൻ ആഗ്രഹിക്കുന്നില്ല. परमेश्वर किसी को भी नरक में ढकेलना नहीं चाहता। ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും അവനെ അറിയണമെന്നാണ്. परमेश्वर की इच्छा है कि सभी लोग उसको जान लें, അത് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. और इसको बताना ये हमारा कर्तव्य है। അത് ചെയ്യാൻ നമ്മൾ ചില കംഫർട്ട്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ വിട്ടുകളയേണ്ടി വരും. और ये करने के लिए कई बार हमारी आराम और विश्राम के स्थल को हमें छोड़ना ചിലപ്പോൾ पड़ेगा, കുറച്ച് നടക്കേണ്ടി വരും. कभी कुछ चलना भी पड़ेगा, ചിലപ്പം കുറച്ച് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്ന് വരും. या फिर हो सकता है थोड़ी आर्थिक हमें नुकसान भी हो, നമ്മുടെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും. या फिर हमारे स्वास्थ्य में थोड़ी कमी आ जाए। ആരോഗ്യത്തിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. हो सकता है स्वास्थ्य में कोई ऐसा समस्या हो। എനിക്ക് മിഷൻ ഫീൽഡിൽ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. मुझे मिशन फील्ड में कई बार मेरे स्वास्थ्य पे गिरा है, മരിച്ചു പോകുന്നത് പോലെയുള്ള രോഗങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. और मर जाओ ऐसी बीमारी कई बार मैंने सामना किया। ഇന്ത്യയെ വെച്ചും ഉണ്ടായിട്ടുണ്ട്, ആഫ്രിക്കയെ വെച്ചും ഉണ്ടായിട്ടുണ്ട്. भारत में भी हुआ है, अफ्रीका में भी हुआ है, തിരിച്ച് ഇന്ത്യയെ വരുമെന്ന് ഒരു ഉറപ്പും ഇല്ലാതെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. और वापस इंडिया में फिर लौटूंगा नहीं ऐसी विश्वास के साथ कई बार कई जगहों में हमने सफर किया। മരണകരമായ രോഗങ്ങളിൽ അവിടുത്തെ ആഫ്രിക്കൻ വൈറസുകൾ എന്നെ അഫക്ട് ചെയ്തിട്ട് many times I was afflicted with a lot of diseases and but still I'm doing it because I know എന്റെ കംഫർട്ട്സ് അല്ല എന്റെ വിഷയം. അതിനേക്കാൾ എന്റെ കൺസേൺ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ജനങ്ങളാണ്. क्योंकि अफ्रीका में जो भी वायरस है, इन वायरस की वजह से वो मुझे बाधित हुआ और उसके वजह से कई ऐसी बीमारियां, कई बड़ी बीमारियों से मैं पीड़ित रहा। लेकिन ये मेरा विषय नहीं है, मेरी चिंता का विषय नहीं है, क्योंकि मेरी चिंता वहां पर जो लोग मसीह को नहीं जानते, यीशु को नहीं जानते, उन लोगों के प्रति है। തല്ലാനും കൊല്ലാനും ആൾക്കാർ വന്നിട്ടുണ്ട്. मारने पीटने के लिए, मार डालने के लिए भी लोग आए हैं। പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ദൈവം തന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരിക്കല് യോന ദിവസം വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കർത്താവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം. നേരത്തെ लेकिन तब भी परमेश्वर ने मेरे मन में दिया हुआ एक सवाल है, अभी नहीं लेकिन पहले जब योना का किताब मैंने पढ़ा था तब मुझसे प्रभु ने एक सवाल किया था। കർത്താവ് പറഞ്ഞു, നീ വളരെ കംഫർട്ടബിൾ ആയിട്ട് ശുശ്രൂഷ ചെയ്തോണ്ടിരിക്കുക. परमेश्वर ने कहा कि तू तो बहुत आराम से तू सेवकाई कर रहा है, എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നു. सब लोग तेरी आदर करते हैं, നിനക്കെതിരെ ആരും വലിയ കള്ളക്കഥകളൊന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല. तेरे खिलाफ किसी ने भी बड़ा ऐसी झूठी कहानी को नहीं ആവശ്യത്തിന്റെ बताया, കാശ് നിന്റെ കയ്യിലുണ്ട്. और जितना चाहिए पैसा भी तेरे पास है। നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നും കളയാൻ വയ്യ. तो तेरा अभी की समस्या तू ये कुछ छोड़ नहीं सकता। പക്ഷേ लेकिन എന്റെ കൺസേൺ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ വയ്യാത്ത ജനങ്ങളാണ്. मेरी चिंता दाएं और बाएं हाथ का भेद नहीं जानने वाले लोग। നിന്റെ ചിന്ത നിന്റെ കംഫർട്ട്സ് ആണ്. तेरी सोच तेरी आराम है, പക്ഷെ എന്റെ ചിന്ത ഈ ജനങ്ങൾ. लेकिन मेरी चिंता ये लोग है। അത് കർത്താവിനോട് സംസാരിച്ചപ്പോൾ और जब परमेश्वर ने मुझसे ये बात ഞാൻ की, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നിന്റെ ചിന്ത തന്നെ എന്റെയും ചിന്തയാണ്. मैंने परमेश्वर से कहा कि तेरी जो चिंता है वही मेरी चिंता भी है, നിന്റെ കൺസേൺ തന്നെ എന്റെയും കൺസേൺ. और तू जिसका ख्याल करता है वही ख्याल मेरा भी है। കർത്താവിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. इसलिए परमेश्वर ने मेरे दिल को बदला, ജനങ്ങളെ കുറിച്ചുള്ള ഭാരം കർത്താവിന്റെ लोगों ഹൃദയത്തിൽ. के प्रति एक बोझ प्रभु ने मेरे सीने में दिया। നമ്മുടെ ഒക്കെ
ഹൃദയത്തിൽ ജനങ്ങളെ കുറിച്ചുള്ള ഭാരം. हमारे सबके मन में ऐसे लोग जो नाश होते हैं उनके प्रति एक बोझ होना है। ആവണത്തിന് കുഴപ്പമൊന്നുമില്ല, അത് കർത്താവ് കൽപ്പിച്ചു തന്നതാ. रेंट के पेड़ को कोई मुश्किल नहीं है, प्रभु ने ही उसको आज्ञा दिया। രാവണം ഉണ്ടെങ്കിൽ അതിന്റെ തണലിൽ ഞാൻ രാവണത്തിന്റെ തണലിൽ ഇരിക്കത്തില്ലെന്നൊന്നുമില്ല. अगर रेंट का पेड़ है तो मैं उसके छाया में नहीं बैठूंगा, ऐसा कुछ नहीं। ദൈവം ഒരു ആവണക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തണലിരുന്ന കുഴപ്പമൊന്നുമില്ല. अगर परमेश्वर एक रेंट का पेड़ देता है तो उसके छाया में बैठना कोई गलत नहीं है, പക്ഷെ അതിനെ പിടിച്ചോണ്ടിരിക്കരുത്. लेकिन उसको पकड़ कर नहीं रखना, കാര്യം നിന്നെ കാത്തിരിക്കുന്ന ജനങ്ങൾ പുറത്തുണ്ട്. क्योंकि तेरे इंतजार में कई लोग बाहर हैं ഇടം കൈ വലം കൈ തിരിച്ചറിയാൻ വയ്യാത്ത जो ജനം. दाहिने और बाएं हाथ के बीच में भेद नहीं जाना। അവരെ കുറിച്ചുള്ള കൺസേൺ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. उन लोगों के प्रति एक चिंता और बोझ से हमारे हृदय हमारे मन को भरना है। നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ, നമ്മുടെ ക്യാമ്പിലുള്ളവരെ, അങ്ങനെയുള്ള എല്ലാവരുടെയും അവരെ കുറിച്ചുള്ള വലിയ ഭാരം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. हमारे चारों ओर जो है, हमारी कैंप में, हमारी कमरों में जो रहते हैं, हमारे दफ्तर में जो काम करते हैं, हमारे इर्द गिर्द जो लोग हैं, इन लोगों के प्रति एक बड़ा एक बोझ, एक चिंता हमारे मन में होना ഞാൻ है। ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞത് ഈ മഹാനഗരമായ ദുബായിയെ കുറിച്ചും ഈ മഹാനഗരമായ ഷാർജയെ കുറിച്ചും ഒക്കെയുള്ള കൺസേൺ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. मैं कल परसों जैसे बताया, ये महानगर जो दुबई और महानगर जो शारजा है, यहाँ के लोगों के प्रति एक बोझ हमारे दिल में होना है। മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ജനങ്ങൾ കർത്താവിനെ അറിയണം. गंदगी में जीने वाले लोगों को यीशु मसीह को जानना है, അവരെ കുറിച്ചുള്ള വലിയ ബോധം ഉണ്ടാകണം. उनके प्रति एक बोझ हमारे अंदर आना है। അവരിൽ ഒരാൾ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. इनमें से एक व्यक्ति का भी नाश हो, ये परमेश्वर नहीं इच्छा करता। ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഇവിടുത്തുകാരൊക്കെ അങ്ങനെയല്ലേ, അവരങ്ങനെ അങ്ങ് പൊക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. किसी भी धर्म का क्यों ना हो, वो लोग ऐसे ही उसे जाने दो, ऐसा नहीं, लेकिन हर जगह हर लोग परमेश्वर को जाने, ये उसकी इच्छा है। അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം, അവിടെ തൊട്ട് തുടങ്ങണം. कम से कम उनके लिए प्रार्थना करने के लिए भी आपको इच्छा होना चाहिए, या फिर वहां से आपका आरंभ होना है। അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കി ദൈവസന്നിധി കർത്താവെ വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. उनके लिए एक बूंद आंसू बहाकर परमेश्वर उन्हें छुड़ा, उन्हें बचा, ऐसा तो भी आपको होना चाहिए। യേശുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാൻ കഴിയാത്തവണ്ണം അവരെ ബന്ധിച്ചിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ, ബന്ധനങ്ങളെ അഴിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. यीशु मसीह के ज्ञान की ओर उनको ना आ पाए, ऐसे रोकने वाली सारी बंधन से उन्हें मुक्त करने के लिए, छुटकारा देने के लिए आप लोगों को प्रार्थना करना है। ഹല്ലേലൂയ. हालेलुया। ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ആരോടും സുവിശേഷം പറയാൻ കഴിയണം. परमेश्वर जो मौका देता है उसका इस्तेमाल करते हुए किसी भी व्यक्ति से सुसमाचार सुनाना चाहिए। നമ്മുടെ കംഫർട്സിനേക്കാളും, നമ്മുടെ പണത്തെക്കാളും, നമ്മുടെ പദവികളെക്കാളും, നമ്മുടെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാളും വലുതാണ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക്. हमारी आश्वासन, हमारी आराम, हमारी मस्ती या फिर हमारा पास जो कुछ भी है, उन सब से भी कई कीमती है एक जो नष्ट होने वाली आत्मा का मूल्य है। ദൈവം കർത്താവേ. प्रभु हमें आशीष दे।